മറുനാടൻ ഒരു ഇസ്ലാം വിരോധിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നു? പല സന്ദർഭങ്ങളിലും മറുനാടൻ മുസ്ലിങ്ങളെ കൈയൊഴിഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അല്ലെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഉള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ, ഇറാൻ എന്ന രാഷ്ട്രം ശരിക്കും ഇസ്ലാമിക രാഷ്ട്രമല്ല, ഷിയ രാഷ്ട്രമാണ്. അത് ഇസ്ലാമിൽ നിന്ന് പഴച്ച ചിന്താഗതിയാണ്. ഇസ്ലാമിനെ വൾഗറാക്കി ചിത്രീകരിക്കാനും ഇസ്ലാമിലേക്ക് ആരും അടുക്കരുത്. അല്ല, അവര് മുസ്ലിങ്ങളല്ല, അങ്ങനല്ല. മുസ്ലിങ്ങളുടെ ദൈവമല്ല, മുഴുവൻ മനുഷ്യരുടെ ദൈവം അള്ളാഹു. അത് നിങ്ങൾ അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, അള്ളാഹു അല്ലാതാവില്ല മനുഷ്യന്റെ ദൈവം. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ കൊല്ലപ്പെടേണ്ടവനാണെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. UAE പോലൊരു സ്ഥലത്ത് എല്ലാവിധ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. UAEയിലും ശരിക്കും യഥാർത്ഥ ഇസ്ലാമല്ല. UAEന്റെ ഭരണാധികാരികളൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളല്ല. ജൂതന്മാർ ഇസ്രായേലിൽ പറയുന്നത് വളരെ മോശമായിട്ടാണ്. യേശുവിനും കന്യാമരത്തിന് പറയുന്നത് പിഴച്ചവളാണ്, അവൾ അഭിസാരികയാണ്. ഇപ്പൊ മുഹമ്മദ് ബിൻ സൽമാൻ മാത്രമേ ഉള്ളൂ മുൻപിലുള്ളൂ, അടുത്ത സൗദി അറേബ്യന്റെ രാജാവായിട്ട്. പക്ഷെ വേറൊരു മകനും കൂടി ഉണ്ട്. ആ മകനും ഈ മുഹമ്മദ് ബിൻ സൽമാനും കൂടെ നല്ല ഉഗ്രം ഫൈറ്റ് ആവും. മാക്സിമം പോയാൽ 7 വർഷം. അതിനുള്ളിൽ ആര് വരും? ആന്റിക്രൈസ്ത് വരും. ആന്റിക്രൈസ്ത് വന്നു കഴിഞ്ഞിട്ട് 1.5 വർഷം കൂടെ കഴിയുമ്പോൾ, മാക്സിമം 2 വർഷം കഴിയുമ്പോൾ സാക്ഷാൽ ആര് വരും? ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനികളൊക്കെ വിചാരിക്കുന്നത് അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടാണ് വരിക. ക്രിസ്ത്യാനികളുടെ നേതാവാണ്, ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ഒക്കെ. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് യഥാർത്ഥ കറകളഞ്ഞ മുസ്ലിമാണ്. നമസ്കാരം. ഇന്ന് മറുനാടനെ തേടി മറുനാടൻ്റെ ഓഫീസിൽ ഒരു അതിഥി എത്തി. നനച്ചിരിക്കാതെ ഒരു അതിഥിയാണ്. അദ്ദേഹം വരുമെന്ന് ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ച ഒരാളല്ല. അദ്ദേഹം ഞങ്ങളെ കണ്ട് ഞങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നിന്നും നേരിട്ടെത്തുകയായിരുന്നു. ഒരു ഉസ്താദ്. മറുനാടനെ മുസ്ലിം വിരുദ്ധരാക്കി ചിത്രീകരിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നിന്നാണ് കോഴിക്കോട് നിന്നുള്ള ഈ ഉസ്താദ് ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ഇസ്ലാമിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, മറുനാടനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നേരെ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയുമായി അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ ചീഫ് എഡിറ്ററാണ് പറഞ്ഞത്, താങ്കൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ പറയാം, താങ്കളുടെ ഒരു അഭിമുഖം ഞങ്ങൾ സംപ്രേഷണം ചെയ്യാം. അപ്പം അദ്ദേഹം അതിന് വഴങ്ങി. ഈ ഉസ്താദ് ഉമർ അൽ ഫാറൂഖ് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിലെ നിന്നാണ് വരുന്നത്. എന്താണ് മറുനാടനിലേക്ക് വരാനുണ്ടായ ഒരു കാരണം? മറുനാടൻ പ്രേക്ഷകനാണ് ഞാൻ. മറുനാടനിലെ വീഡിയോസ് കുറേ നാളുകളായിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ ദിവസവും മറുനാടനിൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിൽ ഇസ്ലാമിനെ പറ്റിയിട്ടും ഇറങ്ങാറുണ്ട്. അങ്ങനെയുള്ള പല സബ്ജക്റ്റുകൾ, പല വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതിൽ ചിലത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറുനാടൻ ഇതുവരെ ഖുറാനെ കുറിച്ച് ഒന്നും വിമർശിച്ചു പറഞ്ഞിട്ടില്ല, പ്രവാചകനെ കുറിച്ച് വിമർശിച്ചു പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ആരാധനകളെ കുറിച്ചും അതിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ചൊന്നും വിമർശിച്ചു പറഞ്ഞിട്ടില്ല. മറുനാടൻ വിമർശിക്കുന്നത് എപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാത്രമാണ്. തീർച്ചയായിട്ടും അല്ലേ? ഞാനും കേട്ടിട്ടുള്ള അതെ. അപ്പൊ ഞങ്ങളുടെ വിമർശനം, അതായത് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാത്രമാണ് വിമർശിക്കുന്നത്. എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ പലരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു മറുനാടന്റെ ഒരു പ്രവർത്തന രീതിയെ കുറിച്ച്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? മറുനാടന്റെ പ്രവർത്തന പല സന്ദർഭങ്ങളിൽ വളരെ നമ്മുടെ മനുഷ്യ സമൂഹത്തിന്, കേരളീയ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള പല സംഗതികളും മറുനാടനിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. കാരണം പല അഴിമതി ഇതായിട്ടുള്ള കാര്യങ്ങളിൽ മറുനാടൻ വളരെ അത് പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ നല്ല ഒരു സമീപനം സ്വീകരിക്കാറുണ്ട്. പല ഭരണകൂടങ്ങളുടെ, നമ്മൾ കേരളത്തിലെ സംസ്ഥാന ഭരണകൂടത്തിന്റെ ആയാലും കേന്ദ്ര ഇന്ത്യ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ആയാലും പല അഴിമതികളും പല വേണ്ടാത്തരങ്ങളും ഒക്കെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കാൻ മറുനാടൻ കാണിക്കുന്ന ആ താല്പര്യം, അതിനുള്ള ആ വ്യഗ്രത, അതൊക്കെ എനിക്ക് എന്നെ വല്ലാതെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതിൽ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, മറുനാടൻ ഒരു ഇസ്ലാം വിരോധിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നു? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മറുനാടന്റെ പല വീഡിയോസിന്റെ താഴെ വരുന്ന കമന്റ്സുകളിലും മറുനാടൻ ക്രിസംഖ്യയാണെന്നും ചാണകസംഖ്യയാണെന്നും ഒക്കെ ഉള്ളത് വരാറുണ്ട്. അങ്ങനെയുള്ള ഞാൻ ഇത് മെസ്സേജ് വായിക്കാറുണ്ട്. അതുകൊണ്ടാണ് മറുനാടന് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നത്,
മുസ്ലിം പല സന്ദർഭങ്ങളിലും മറുനാടൻ മുസ്ലിങ്ങളെ കൈയൊഴിഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്, അല്ലെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഉള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ മറുനാടൻ ക്രിസംഖ്യ ആയത് കാരണമാണ്, അല്ലെങ്കിൽ മറുനാടൻ ചാണകസംഖ്യ ആയത് കാരണം എന്നൊക്കെ ഉള്ള കമന്റ്സ് വരാറുണ്ട്. പക്ഷെ മറുനാടൻ അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു ഇത് മറുനാടനിൽ നിന്ന് ഇത് കണ്ടിട്ടില്ല. മറുനാടൻ ഇത് പറയാറുണ്ട്, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട്, അതേസമയം റിലീജിയൻസ് ഇസ്ലാമിനെ എതിർക്കുന്നില്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എതിർക്കപ്പെടേണ്ടതല്ലേ? അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും സത്യം പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾക്ക് തന്നെ, മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥം അറിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ലോകത്ത് ഇന്ന് നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ, ഇറാൻ എന്ന രാഷ്ട്രം ശരിക്കും ഇസ്ലാമിക രാഷ്ട്രമല്ല, ഷിയ രാഷ്ട്രമാണ്. അതെ, അത് ഇസ്ലാമിൽ നിന്ന് പഴച്ച ചിന്താഗതിയാണ്. അവര് അള്ളാഹുവിന്റെ റസൂലിനെ പോലും അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിലൂടെയാണ് അള്ളാഹു എന്ത് ചെയ്തത്? ഇസ്ലാം പൂർത്തീകരിച്ചത്. ഇസ്ലാം ആരംഭിച്ചത് ആദം അലൈഹി ഇസ്ലാമിലൂടെ ഇസ്ലാം ആരംഭിച്ചത്. എല്ലാവർക്കും പലരും പറയുന്നത് നിങ്ങൾ മുസ്ലിം ഇസ്ലാം വന്നിട്ട് 1500 വർഷമായിട്ടല്ലേ ഉള്ളൂ, നമ്മളെ യേശു വന്നിട്ട് 2000 വർഷം കഴിഞ്ഞ്, അതിന് മുമ്പേ മോസസ് അബ്രഹാം വന്നിട്ട് 5000 വർഷം 6000 വർഷം. ഈ അബ്രഹാമും മോസസും ശക്കറിയായും യഹിയായും അതിന്റെ ശേഷം ഈസബിന് മറിയം, യേശുവും ജീസസ് ക്രൈസ്റ്റും അതിന്റെ ശേഷം വന്ന പിൻഗാമിയാണ് മുഹമ്മദ് നബി. ജീസസ് ക്രൈസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് ഒരു കാര്യക്കാരൻ വരാനുണ്ട്, കാര്യസ്ഥൻ വരാനുണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറയുന്നത്. ആ പറയുന്ന യേശു പറയുന്ന ആ കാര്യസ്ഥനാണ് മുഹമ്മദ് നബി. മനുഷ്യർക്ക് യഥാർത്ഥ ജീവിത രീതി എന്നേക്കാൾ നന്നായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ അതിന് പ്രാപ്തിയുള്ള, കഴിവുള്ള മനുഷ്യ സൃഷ്ടികളിൽ തന്നെ എൻ്റെ പരമ്പരയിൽ തന്നെ ഉള്ള ഒരാൾ വരാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് വിട പറയുന്നത് എന്നാണ് യേശു പറയുന്നത്. യേശുവിനോട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, ആകാശത്തേക്ക് ഉയർത്തി കഴിഞ്ഞതിന് ശേഷം യേശുവിനോട് അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യർ ആകാശത്തിൽ കൂടുകൂട്ടാൻ വളരെ വ്യഗ്രത കാണിക്കും, അതിന്റെ മൂർധന്യത്തിൽ പാരമ്യത്തിൽ എത്തുന്ന സമയത്ത് ഞാൻ നിന്നെ താഴെ ഇറക്കുന്നു. അപ്പൊ യേശു ഇപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ സമീപത്തുണ്ട്, 7ാം ആകാശത്തിലുണ്ട്. അത് ഇപ്പൊ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ഏകദേശമുള്ള ചില കണക്കുകൂട്ടലുകളും ഇതും വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലും അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല യേശുവിന്റെ വരവിന്റെ സമയം. എന്നാൽ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ, അതായത് ലോകം മുഴുവനും കാത്തിരിക്കുന്ന മറ്റൊരു നേതാവുണ്ട്, ഇമാം മഹദി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇമാം മഹദി എന്ന് പറയും, മുഹമ്മദ് ബിൻ അബ്ദുള്ള മഹദി ഇമാം. ഇപ്പൊ ഫലസ്തീനൊക്കെ ആക്രമിച്ച ഇസ്രായേൽ ക്രൂരമായ ആക്രമണം അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനതയും അമേരിക്കയിലും ഒക്കെ സ്പെയിനിലും യൂറോപ്യൻ നാടുകളിലും ഒക്കെ ഉള്ള മുസ്ലിങ്ങൾ ഇമാം മഹദിന്റെ വരവിന് ഒരു നേതാവിന്റെ വരവുണ്ട്. മഹദി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അഭിമാനം സംരക്ഷിക്കാൻ ഞങ്ങളിപ്പോ. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമുക്ക് ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം മതം. അതന്നെ, ദൈവം അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. ആദ്യത്തെ മനുഷ്യരിൽ അള്ളാഹു ആദ്യം സൃഷ്ടിച്ച മനുഷ്യനാണ് ആദമിന്റെ സന്തതികളിൽപ്പെട്ട ആണ്. പിന്നീട് മനുഷ്യവംശം ആരംഭിച്ചു വരുന്ന ആദമും അവയിൽ നിന്ന്, ആദമിന്റെ സന്തതികളിൽ നിന്ന് മനുഷ്യവംശം ആരംഭിച്ചു. ആദ്യത്തെ മകന് 2 മക്കളിൽ ആൺകുട്ടി, ഒരാണിന് മറ്റൊരാണിനെ വധിക്കുകയാണ് ചെയ്തത്. പിന്നെ ആ പെണ്ണിന് വേണ്ടിയിട്ട് അവളെ വിവാഹം കഴിക്കാൻ, അവളെ ഇണയാക്കാൻ വേണ്ടിയിട്ട് ഒരു ആദമിന്റെ സന്തതി മറ്റൊരു സന്തതിനെ വധിക്കുകയാണ്. അതിൽ നിന്നുള്ള പിന്നെ ഈ അവശേഷിച്ച ആ ആണും പെണ്ണുണ്ടല്ലോ, അതിൽ നിന്ന് അവരെ ഇണ ചേർന്നിട്ട് അതിൽ നിന്ന് മനുഷ്യവംശ പരമ്പര ആരംഭിച്ചത്. അത് മനുഷ്യവംശം ആരംഭിക്കുന്നത് ഈ പരിശുദ്ധ ഹജ്ജ് ഉണ്ടല്ലോ, ഹജ്ജ് നടക്കുന്ന ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പരിശുദ്ധ കഅബയിലല്ല. കഅബയാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ ഭവനം ഭൂമിയിലെ, മനുഷ്യന്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിന്റെ. പക്ഷെ ഹജ്ജ് നടക്കുന്നത് അതിൽ നിന്നൊരു 7 കിലോമീറ്റർ മാറിയിട്ട് അറഫ എന്ന് പറഞ്ഞ മൈതാനത്താണ് ഹജ്ജ്. ലോകത്തുള്ള അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ നാടുകളിൽ നിന്നും സ്പെയിൻ എല്ലാ നാടുകളിൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും വരുന്ന ഹാജിമാര് അവർ നേരത്തെ കാലത്ത് എത്തിക്കഴിഞ്ഞാൽ, ഹറമിൽ എത്തിക്കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്, ഏറ്റവും ബിസിയുള്ള എയർപോർട്ട് തന്നെ ജിദ്ദ എയർപോർട്ട് ആവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഹജ്ജിന്റെ സമയമായി കഴിഞ്ഞാൽ ജിദ്ദന്റെ ആകാശത്ത് ഫ്ലൈറ്റ് ഇങ്ങനെ അനവധി ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് ടൈം ഇത് കാത്തിട്ട് അറൈവലിനുള്ള അത് അത്രയും വിമാനങ്ങൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഹജ്ജ്. ആ ഹജ്ജിനെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ആരംഭം ആദമും ഹവ്വയും കൂടി ചേർന്ന് ഈ അറഫ മൈതാനത്തേക്ക് അള്ളാഹു വിളിച്ചു കൂട്ടാൻ. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടാവ് വിളിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് മനുഷ്യൻ വരും.
മനുഷ്യനെ കൊണ്ടുവരാൻ ആരെ കൊണ്ട് കഴിയും? അള്ളാഹുവിനെ കൊണ്ട്, മനുഷ്യന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ട് സാധിക്കുമെന്ന് കാണിച്ചു വരാണ് അവിടേക്കാണ് വിളിച്ചത്. ഇപ്പൊ ഹജ്ജിന് വന്ന ഏതൊരു ഹാജിയും അതിന്റെ മുമ്പ് വന്ന ആള് ഇപ്പൊ അവനവന്റെ അടുത്ത ആളുകൾ, കുടുംബക്കാരെ റിയാദിലോ ദമാമിലോ ജിദ്ദയിലോ വേറെ എവിടെയെങ്കിലും വലിയ പൊസിഷനുള്ള ജോലിയിലോ പിന്നെ വർഷങ്ങളായിട്ട് അവിടെ ജോലി, അവരുടെ ഫ്ലാറ്റുകൾ അവിടെ എവിടെയെങ്കിലും പോയി താമസിക്കുക, അങ്ങനെയുള്ള പല, അല്ലെങ്കിൽ സൗദി അറേബ്യത്തിൽ തന്നെയുള്ള പല എന്തെങ്കിലും കാഴ്ചകളിലുള്ള കാണാനൊക്കെ പോകുന്ന, അങ്ങനെയൊക്കെ ആദ്യം ഹറമിലെത്തി ഉംറ നിർവഹിച്ച്, ഉംറ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്, കഅബ തവാഫ് ചെയ്ത് സംസം വെള്ളത്തിൽ മറ്റേ ഒളു ചെയ്തിട്ട് 7 പ്രാവശ്യം പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല, ഇനി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഇമാം മഹദി വരുന്നത്. സൗദി അറേബ്യന്റെ രാജാവായിട്ടാണ് ഇമാം മഹദി രംഗപ്രവേശനം 10 വർഷത്തിനുള്ളിൽ 10 വർഷമല്ല, ഇമാം മഹദി വരാൻ ശരിക്കും 3 വർഷം വരും. 3 വർഷത്തിനുള്ളിൽ ഇമാം മഹദി വരും. അത് ആ ഇമാം മഹദി വെറും ഒരു ഇതല്ല, നമ്മളെ മനുഷ്യർ സാധാരണ മനുഷ്യർ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നില്ലേ നമ്മള്, അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുത്തത് യേശുവിന് ശേഷം യേശു പറഞ്ഞ കാര്യസ്ഥൻ എന്ന് പറഞ്ഞില്ലേ, ആ കാര്യസ്ഥൻ പറഞ്ഞ ആ കാര്യസ്ഥന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഇമാം മഹദി. ആ ഇമാം മഹദി വരിക സൗദി അറേബ്യന്റെ രാജാവായിട്ടാണ് വരിക. അത് അദ്ദേഹം തന്നെ ആദ്യം സമ്മതിക്കില്ല, ഞാനാണ് ഇമാം മഹദി. നമ്മളെ പോലുള്ള ആളുകൾ അള്ളാഹു അതിനെക്കുറിച്ച് അറിവ് നൽകിയിട്ടുള്ള ലോകത്തിന്റെ പല കോണിൽ നിന്നുള്ള സ്വാലിഹായ പണ്ഡിതന്മാര്, സലഫി പണ്ഡിതന്മാര് അദ്ദേഹത്തിനെ കാണുമ്പോൾ എന്റെ ഇതിലൊക്കെ പറഞ്ഞാല് എനിക്ക് ഒരു സ്വപ്നത്തിൽ അള്ളാഹു അറിയിച്ചു തന്ന ഇമാം മഹദിനെ മറ്റുള്ള മനുഷ്യർ കാണുന്നതിന് മുമ്പ്, മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ്, ഇതാണ് ഇമാം മഹദി എന്ന് ലോകം കാത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് ഇമാം മഹദി എന്ന്. അങ്ങനെ ഒരു വ്യക്തിന്റെ അത് ആരാണ്, അത് എപ്പോഴാണ് വരാന്നുള്ളത്. അത് അതേപോലെ ആന്റി ക്രൈസ്റ്റിനെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളതിൽ ദജ്ജാൽ, ഇസ്ലാമിൽ ദജ്ജാൽ എന്ന് പറയും. നിങ്ങൾ ആന്റി ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിന്റെ ഒറിജിനൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ക്രിസ്തുവായ യേശു ക്രിസ്തുവിന്റെ ജീസസ് ക്രൈസ്റ്റിന്റെ എതിരാളി, എന്റെ എതിരാളി തന്നെയാണ്. ജീസസ് ക്രൈസ്റ്റിന്റെ എതിരാളിയാണ്. ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികളുടെ എതിരാളിയാണ് ആര്? ഈ അന്ത്യക്രിസ്തു എന്ന് പറയും, ക്രൈസ്റ്റ് എന്ന് പറയും, അന്ത്യക്രിസ്തു എന്ന് പറയും, ദജ്ജാൽ എന്ന് പറയും. ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയാണ് അദ്ദേഹം. വെളുത്ത് ചുവന്ന് നല്ല ഇതുള്ള ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ആളാണ്. പക്ഷെ ഹൈറ്റ് കുറഞ്ഞ ആളാണ്, ഉയരം കുറഞ്ഞ കുറിയ ആളാണ്. പക്ഷെ വെളുത്ത് ചുവന്നിട്ടുള്ള ആൾ, മുടി കുറ്റിമുടിയായിരിക്കും. അദ്ദേഹത്തിന്റെ ഇത് കണ്ണ്, ഈ ലക്ഷണങ്ങളൊക്കെ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? അത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലല്ലാതെ നമുക്ക് 2 പ്രമാണങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഒരു മുസ്ലിമിനുള്ള ആദ്യത്തതും ഏറ്റവും പ്രബലമായിട്ടുള്ളതുമായ പരിശുദ്ധ ഖുർആൻ. നിങ്ങളെ ബൈബിളിന് ശേഷം ഇറങ്ങിയ ഇതായിട്ടാണ്. ബൈബിളും അള്ളാഹുവിന്റെ തന്നെയായിരുന്നു, പക്ഷെ അത് മനുഷ്യർ മാറ്റിമറിച്ചതാണ്. തൗറാത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥം ഈ യഹൂദികളെ കയ്യിൽ മോസസിന്റെ കയ്യിലുള്ള ഇറക്കി കൊടുത്ത ഗ്രന്ഥം, അതും അള്ളാഹുവിന്റെ തന്നെയാണ് ഗ്രന്ഥമാണ്. അള്ളാഹു പറയുന്നത് അതിന്റെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥം അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്മൂദിൽ 7ാം ആകാശത്തിൽ സ്വർഗത്തിന്റെ ഇതിൽ അള്ളാഹുവിന്റെ സിംഹാസനം എന്ന് പറയില്ലേ, ഹർഷ് എന്ന് പറയും. ഹർഷ്, അറബി വാക്ക് ഹർഷ്, അത് അള്ളാഹുവിന്റെ സിംഹാസനം. അള്ളാഹു പറയുന്നത് ഞാൻ 7 ദിവസം കൊണ്ട് 6 പകലും 6 രാത്രി, 7 പകലും 7 രാത്രി, അങ്ങനെ അത്രയും ദിവസം കൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് നമ്മൾ ശാസ്ത്രം പറയുന്നത് ബിഗ് ബാങ് എന്നറിയില്ലേ. ആ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് ഞാനത് പ്രപഞ്ചത്തിനെ നോക്കിയിട്ട്, പ്രപഞ്ചം ഒന്നിച്ച് കൂടി ചേർന്ന് കിടക്കായിരുന്നു, പ്രപഞ്ചത്തിനെ നോക്കിയിട്ട് അള്ളാഹു ആജ്ഞാപിച്ചതാണ്, കമന്റ് ഇത് ചെയ്താണ്, അള്ളാഹു ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. അള്ളാഹു ആജ്ഞാപിച്ചപ്പോൾ ഇങ്ങനെ വിടരണം എന്നുള്ള ആ അള്ളാഹുവിന്റെ ആ ഉത്തരവ് വന്നപ്പോ, ആജ്ഞാപനം വന്നപ്പോ, ആ കമാൻഡിങ് പവർ അത് വന്നപ്പോ ആ പ്രപഞ്ചം വിടർന്നതാണ് ഈ രീതിയിൽ ആയിരുന്നു. അപ്പം അങ്ങനെ അള്ളാഹു പറയുന്നത് പിന്നെ ഈ പ്രപഞ്ചത്തിൽ 7 ആകാശങ്ങള്, 7 ഭൂമി, 7 ആകാശങ്ങള്, സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങള്, ഈ 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് പഠിച്ച ഈ സൗരയൂഥത്തിൽ ഈ 7 ഗ്രഹങ്ങളുണ്ടല്ലോ, 7 ഗ്രഹങ്ങളാണ്. അത് ശാസ്ത്രം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ വെറുതെ ഒരു കാരണമില്ലാതെ, യാതൊരു കാരണമില്ലാതെ, ഒരു സത്യവും ഇല്ലാതെ 2 ഗ്രഹങ്ങളും കൂടി ചേർത്ത്, അതായത് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ അവസാനത്തെ, യുറാനസ് അല്ല, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്ന് പറഞ്ഞ 2 ഗ്രഹങ്ങളും കൂടി എക്സ്ട്രാ ചേർത്തിട്ട് ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിൽ 7 ഗ്രഹങ്ങളെ കുറിച്ച്, 7 ഭൂമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ അത് സെയിം ആയി പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഖുർആൻ അംഗീകരിക്കലായി പോകും. അതുകൊണ്ട് ഓരോ ഗ്രഹങ്ങളും ഓരോ ഭൂമി തന്നെ. അള്ളാഹു പറയുന്ന ഭൂമിയായിട്ട് നമ്മളെ വാസയോഗ്യമായത് ഈ ഭൂമി. പക്ഷെ വാസയോഗ്യമായത് ഈ ഭൂമി മാത്രമല്ല, വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹം അതിവിശാലമായ ഗ്രഹമാണ്. ഭൂമിനേക്കാളും
ഏകദേശം പറയുന്നത് 100 ഇരട്ടി വലിപ്പം, 100 ഇരട്ടി. ഈ ഞാൻ നിങ്ങളും വസിക്കുന്ന ഈ ഭൂമിയെക്കാളും. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഈ ഗ്രഹങ്ങളിലൊക്കെ മറ്റെവിടെങ്കിലും ജീവനുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ജീവനുണ്ട്. വ്യാഴത്തിലുണ്ടെന്നാണ്. വ്യാഴത്തിലോ യേശു ക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് അള്ളാഹുവിന്റെ അടുക്കല് ഇപ്പൊ ശരീരത്തോടു കൂടിയിട്ട്, ആത്മാവല്ല, ഞാനും നിങ്ങൾ ഇരിക്കുന്ന പോലെ ഈ മനുഷ്യ ശരീരവും ആത്മാവും ശരീരത്തോടു കൂടിയിട്ട് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അത് ഈ ഭൂമിയിലല്ല, 7ാം ആകാശത്താണ്. അത് ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്ക് ആർക്കും ഇന്ന് വരെ മനുഷ്യന് ഭൂമിയിലല്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല. ഈ ചന്ദ്രനിൽ പോയി എന്ന് പറയുന്നത് വെറും ശുദ്ധ അസംബന്ധ, ശുദ്ധ കളവ. അത് മറ്റേ പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എന്താ റഷ്യ പോലും എന്താ എതിർക്കാത്ത കാരണം എന്താ വെച്ചാൽ, അമേരിക്ക പോകുന്നതിനേക്കാൾ, അമേരിക്ക ഈ ചന്ദ്രനിൽ പോയി എന്ന് അവകാശപ്പെടുന്നതിനേക്കാളും മുമ്പേ ബഹിരാകാശത്ത് ചുവടുറപ്പിച്ച ആളുകൾ റഷ്യയാണ്. യൂറി ഗഗാറിൻ ഇവരൊക്കെ പോയത് അന്നേരം അമേരിക്ക ഇത് ആരംഭിച്ചിട്ട് തന്നെ ഇല്ല, നാസയൊന്നും ഉടലെടുത്തിട്ടേ ഇല്ല ആ സമയത്ത്. പക്ഷെ ഈ യുദ്ധകാലത്ത് ശീതയുദ്ധം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അത് സമയത്ത് പിന്നെ റഷ്യ ഇതിൽ മുന്നേറുന്ന കണ്ടപ്പോൾ അമേരിക്ക പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് അങ്ങനെ നാസ ക്രിയേറ്റ് ചെയ്ത. അപ്പൊ ഇത് അമേരിക്കയിൽ തന്നെ ഏതോ ഒരു പ്രത്യേക ഭൂപ്രദേശം തെരഞ്ഞെടുത്തിട്ട് അവരിൽ ഈ ജൂതന്മാർക്കും അമേരിക്കയിലുള്ള ചില ജൂതായുസത്തിന് അവർക്ക് വളരെ ബുദ്ധി, ചില മോശം കാര്യങ്ങളൊക്കെ പലതും ക്രിയേറ്റ് ചെയ്യാൻ അപാര ബുദ്ധിയാണ്. ഇപ്പൊ മൊസാദിനൊക്കെ ഭയങ്കര ബ്രെയിനാന്ന് പറയാം. അതേപോലെ അവർക്ക് അങ്ങനെ ചീത്ത കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാവും, ചീത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതേപോലെ ഇത് അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ സംഗതിയാണ് ഈ ചന്ദ്രനിലെ കാലുകുത്തല്. മനുഷ്യന്റെ നീലാംസ്ട്രോങ്ങും എഡ്വിൻ രണ്ടുപേര് കാലുകുത്തി അറിയും. അത് രണ്ടും ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ കളവാണ്, അത് സാധ്യത. പക്ഷെ മനുഷ്യൻ മറ്റുള്ള ഗ്രഹത്തിൽ പോയിട്ടുണ്ട്. അത് മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് ഒരിക്കലും പോകാൻ കഴിയില്ല. ഒരിക്കലും മറ്റൊരു ഗ്രഹത്തിൽ, ഭൂമിക്ക് പുറമെ മറ്റൊരു ഗ്രഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭൂമിന്റെയും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ അള്ളാഹുവിന്റെ സമ്മതമാണ്. അള്ളാഹുവിന്റെ സമ്മതം ഇല്ലാതെ ഒരു മനുഷ്യനും പോകാൻ കഴിയും. പക്ഷെ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം പോയിട്ടുണ്ട്. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യവംശത്തിന്റെ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീബി, ആദ്യത്തെ ആണും പെണ്ണും, അവര് ഭൂമിയിലല്ലായിരുന്നു. ഭൂമിയിൽ അവരെ സൃഷ്ടിച്ചിട്ട് അവരെ താമസിപ്പിച്ചത് സ്വർഗ ലോകത്തേന്, ഭൂമിക്ക് ഉപരിതലത്തേന്. അത് അവര് പിന്നെ അള്ളാഹുവിനെ ധിക്കരിച്ച് അത് ഈ പറഞ്ഞ സ്വർഗലോകത്ത് ഈ പറഞ്ഞ ഒരു പക്ഷെ വ്യാഴം എന്ന് പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇജ്മാ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് വേദഗ്രന്ഥത്തിൽ വരുന്നത് കൂടാതെ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ അതില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളൊരു ഇസ്ലാമിക പണ്ഡിതന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഈ പരിശുദ്ധ ഖുർആനിൽ വ്യാഴാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതില്ല. പക്ഷെ ഇജ്മാ എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ചിലർക്ക് കൊടുക്കുന്ന ഒരു കഴിവുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആ കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഈ വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹം അതാണ് സ്വർഗമായിട്ട് അള്ളാഹു സംവിധാനം വെച്ചത്. അത് ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം അള്ളാഹു പറയുന്നത് സ്വർഗം നിങ്ങൾക്ക് മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും അതിവിശാലാണ്. അതിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ എന്താവശ്യപ്പെടുന്നോ അത് അവിടെ കിട്ടുന്ന, ഒന്നും തിരസ്കരിക്കപ്പെടില്ല. ശരി, നമുക്ക് ഈ വീണ്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇറാനിലെ കാര്യം പറഞ്ഞു, ഷിയ മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞു. അതായത് 5ാം നൂറ്റാണ്ടിലെ മത നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഇന്ത്യക്കാർ വരെ ഉണ്ടല്ലോ, ഇന്ത്യന്റെ പാരമ്പര്യം വരെ എടുത്തു കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് വന്നവരാ ശരിക്കും. അതെ, ആര്യന്മാരെന്ന് പറഞ്ഞത് ശരിക്കും ഇറാനിയൻസ് അല്ലെ. ഈ മത നിയമം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് യഥാർത്ഥ ഇസ്ലാം എന്താ അറിയോ? അള്ളാഹു പ്രപഞ്ചത്തിന്റെ ഏകദൈവമായ അള്ളാഹു, മനുഷ്യരുടെ ഏകദൈവമായ അള്ളാഹു, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും മനുഷ്യരുടെ സൃഷ്ടാവും ഈ സർവ്വലോകത്തിന് സൃഷ്ടാവുമായ സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും എല്ലാം ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളുടെയും പക്ഷി മൃഗാദികളുടെയും മനുഷ്യൻ ഏറ്റവും വലിയ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവത്തിന്റെ ഉന്നത സൃഷ്ടിയാണ് മനുഷ്യൻ, ഉത്തമ സൃഷ്ടി. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അത് പറഞ്ഞു വരുമ്പോഴേ അത് അറിയുള്ളൂ. കാരണം അത് ആ അള്ളാഹു മനുഷ്യരിലൂടെ ആദമിലൂടെ കൊണ്ടുവന്നാണ് ഇസ്ലാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഇസ്ലാം ഇന്ന് ഈ മുഹമ്മദ് നബിയിലൂടെ ഉടലെടുത്താണ്. അതല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടാണ് ഭൂമിയുടെ ഉപരിലോകത്ത് നിന്ന് ആദമും അവയും ഭൂമിയിലേക്ക് എത്തുന്നതെങ്കിലും എത്തിക്കഴിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് പ്രകാരത്തിന് അത് ധിക്കരിച്ചതിന്റെ ഫലമായിട്ട് എന്താക്കി നിങ്ങൾ ഭൂമിയിലേക്ക് പോകണമെന്നാണ്. ശൈത്താനെ ഇറക്കി വിട്ട്, മനുഷ്യനെ വഴി പഴപ്പിച്ച ശൈത്താനെ ഇറക്കി വിട്ട് ആദമിനി ഹവ്വനി അവിടുന്ന് അവരെ, പക്ഷെ ശൈത്താൻ ഇറക്കി വിട്ട പോലല്ല, കുറച്ച് മാന്യതയിലാണ് മനുഷ്യൻ എന്താക്കി കൊണ്ടുവന്നത് ഭൂമിയിൽ. അങ്ങനെ ഭൂമിയിൽ കൊണ്ടുവന്ന് ആക്കിയത് ആദമിനെ കൊണ്ടുവന്നത് പരിശുദ്ധ കഅബ എന്നില്ലേ. പരിശുദ്ധ കഅബ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ മധ്യാണ്. നമ്മളൊരു ഭൂമിനെ ഒരു കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് വൃത്തം വരയ്ക്കാണ്. കോമ്പസിന്റെ ആ സൂചിമുന കുത്തുന്ന സ്ഥലം നമ്മൾ പരിശുദ്ധ കഅബ.
നമ്മളിപ്പോ ഒരു റൗണ്ട് ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ആ പരിശുദ്ധ ഇത് ആ സൂചി മുന ഒരു കോമ്പസ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അത് ഇങ്ങനെ റൗണ്ട് വൃത്തം വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ആ കോമ്പസ് കുത്തുന്ന അതിന്റെ സൂചിമുന കുത്തുന്ന സെന്ററാണ്, ഭൂമിന്റെ സെന്ററാണ്, മധ്യാണ് അതായത് പരിശുദ്ധ കഅബ. അപ്പൊ ഈ കഅബന്റെ അടുത്താണ് ആരെ ഇറക്കിയത്? ആദമിനെ ഇറക്കിയത്. ഒരല്പം വിട്ടിട്ടാണ് 6-7 കിലോമീറ്ററുടെ അവര് ഒന്ന് ലേശം വിഷമിക്കണം, അള്ളാഹുവിനെ ധിക്കരിച്ചവരല്ലേ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അവര് ഒരുമിച്ച് കാണണ്ട എന്ന് ഉള്ള അള്ളാഹു ആയാലും എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്? അവർ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. അവര് ഭൂമിയിൽ ഒരു മനുഷ്യരാശിയും ഇല്ല, വേറൊരു മനുഷ്യനും ഇല്ല, വേറെ എന്താ ജന്തുജീവജാലങ്ങൾ ഉണ്ടോന്ന് അറിയില്ല. അവർ കണ്ടിരുന്നോ? അവര് ജീവിച്ച് അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ ഭൂമിയിലൂടെ പിന്നെ വേറുള്ള ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളോ മനുഷ്യനിർമ്മിതമായ യാതൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. സസ്യലതാദികൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ട് ആദമിന് എന്ത് ചെയ്ത് ഇത് അവന്റെ നിർബന്ധപ്രകാരം അവന്റെ പ്രേരണ കൊണ്ട് പെണ്ണിന്റെ പ്രേരണ കൊണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹുവിനെ ധിക്കരിച്ചതിൽ ഭയങ്കര പശ്ചാത്താപം. അപ്പൊ ഭൂമിയിലെത്തിയിട്ടും അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു കണ്ട. അപ്പൊ അള്ളാഹു പറഞ്ഞ്, ആദമേ നീ സങ്കടപ്പെടണ്ട, നിനക്ക് ഞാൻ എന്നിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. ആ പ്രാർത്ഥന അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. നീ എന്നിലേക്ക് ഈ പ്രാർത്ഥന നീ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക. ഇനി നീ പാപങ്ങളിലേക്കൊന്നും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന് ഇഷ്ടപ്പെടാത്ത, നിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പാപങ്ങളിലേക്കൊന്നും പോവുകയും ചെയ്യാതെ നല്ല മനുഷ്യനായി ജീവിച്ചാൽ നിന്റെ കൂടെയുള്ള ഇണനെ അതേപോലെ നീ അത് നല്ല രീതിയിൽ ആ കുടുംബം ആക്കി വന്നാൽ നിനക്ക് അതിലൂടെ ഞാൻ നൽകുന്ന സന്താനങ്ങളെ നീ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ നീ എനിക്ക് നന്ദിയുള്ള അടിമയായിട്ട് മരണപ്പെട്ടാൽ നിനക്ക് ഇനിയും ആ സ്വർഗത്തിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ നമ്മള് മനുഷ്യരിൽ എല്ലാവർക്കും തന്നെ ഈ ആദമിന് പറഞ്ഞ പോലെ അള്ളാഹു വിളിക്കുന്നത് മനുഷ്യരെന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ ആദം സന്തതികളെ എന്ന് വിളിക്കും. മനുഷ്യനെ ആദം സന്തതികളെ വിളിക്കും. അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട മനുഷ്യനെ. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ചാണ് മലക്കുകളെ. മലക്കുകൾ എന്ന് പറയുമ്പോൾ ചിലര് നമ്മള് അവര് മാലാഖമാർ എന്ന് പറയാൻ പാടില്ല. അത് ക്രിസ്ത്യാനികളും യഹൂദികൾ അങ്ങനെ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ മാലാഖമാരെന്ന് പറയും. പക്ഷെ ആ മാലാഖമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞ അങ്ങനെ പറയരുത്. അങ്ങനെ അവര് സ്ത്രീകളെയാണ് ഉപമിക്കുന്നത്. നിങ്ങൾക്ക് പുരുഷന്മാരായിട്ടുള്ള ആൺകുട്ടികളും അള്ളാഹുവിന് സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികളാണ് അള്ളാഹു. അങ്ങനെയല്ല. അള്ളാഹു എന്നും പ്രവാചകന്മാരെ മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ മുഴുവൻ ആണുങ്ങളെ തെരഞ്ഞെടുത്തത്. അതേപോലെ അള്ളാഹു മലക്കുകളിൽ ഏറ്റവും പ്രധാനിയാണ് ജിബ്രീൽ എന്നറിയും, നിങ്ങൾ ഗബ്രിയേൽ എന്നറിയും. ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ മനുഷ്യരിലേക്ക് അയച്ചപ്പോ പുരുഷന്റെ രൂപത്തിൽ, അതിസുന്ദരനായ പുരുഷന്റെ രൂപത്തിൽ മുഹമ്മദ് നബിന്റെ സമീപത്തേക്ക് പരിശുദ്ധ ഖുർആന് ഒന്നിച്ചിറങ്ങിയ ഒരു ഗ്രന്ഥമല്ല, ഒരുമിച്ച് അള്ളാഹു ഒരു ഗ്രന്ഥം മുഹമ്മദ് നബിക്ക് കൊടുത്തെന്ന് പറഞ്ഞ ഗബ്രിയേലിന്റെ കയ്യിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് കൊടുത്തു വിട്ടല്ല. ഓരോ സെന്റൻസ് ഏതാണ് പരിശുദ്ധ ഖുർആൻ ഇത്ര കനുള്ള ഗ്രന്ഥ. ആ ഗ്രന്ഥത്തിൽ ഓരോ സെന്റൻസ് ആയിട്ടാണ് ഓരോ സമയത്ത്. അപ്പൊ നമ്മൾ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പരലോകം നമ്മൾ വിശ്വസിക്കുന്നു, ഇസ്ലാമിസ്റ്റ്. അപ്പൊ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി പിന്നെ ചാവേറായി പൊട്ടിത്തെറിക്കുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവര് ഈ മദ്യപ്പുഴയും 72 ഹൂറികളെയും കിട്ടുമെന്നും പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. കാരണം ഏറ്റവും പ്രധാനം എന്താ അറിയോ, തീവ്രവാദം എന്ന് പറഞ്ഞ സംഗതി ഇസ്ലാമിൽ ഇല്ല, ഇസ്ലാം അനുവദിക്കാൻ ചെയ്യാത്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ അത് ഇസ്ലാമിനെ വൾഗറാക്കി ചിത്രീകരിക്കാൻ ഇസ്ലാമിലേക്ക് ആരും അടുക്കരുത്. ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയല്ലേ ഇത് ചെയ്യുന്നത്? അല്ല, അവര് മുസ്ലിങ്ങളല്ല. പിന്നെ അവര് ഇസ്ലാമിൽ നിന്ന് ഇപ്പൊ ഷിയാക്കള് അവര് മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങളല്ല. അല്ല. അതേപോലെ തന്നെ ഈ ഭീകരവാദികളും തീവ്രവാദികളും യഥാർത്ഥ മുസ്ലിങ്ങളല്ല. ഞാൻ ചോദിക്കുന്നതല്ലേ, ഖുറാനിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഖുറാനിന്റെ അകത്ത് പറഞ്ഞത് മറ്റേ അള്ളാഹുവിനും ശരിക്കും കീഴ്പ്പെട്ട് കണ്ട് വഴിപ്പെട്ട് അള്ളാഹു എന്താണോ പറഞ്ഞത് ഒരു നല്ല മനുഷ്യനായിട്ട് അള്ളാഹുവിന്റെ ഈ ഭൂമി ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റേതാണെന്ന്. ഈ ഭൂമിയും ആകാശവും 7 വിശ്വസിക്കാത്തവരെല്ലാം പിന്നെ അള്ളാഹു ഏകനായ ദൈവമാണ്. പക്ഷെ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ നിങ്ങളെ നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ അമ്മ, നമ്മള് ഉമ്മ എന്ന് പറയും, നിങ്ങളെ അമ്മ എന്ന് പറയും. അപ്പൊ ആ ഉമ്മന്റെ 10 മാസം നിങ്ങളെ ഗർഭം ചുമന്ന് വേദന അനുഭവിച്ച്, ഗർഭവേദന പറഞ്ഞാൽ വളരെ വലിയ വേദന ആണെന്നാണ് പറയുന്നത്. ശാസ്ത്രം തന്നെ പറഞ്ഞത് മനുഷ്യർക്ക് അനുഭവിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വേദന ഒന്നാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴുള്ള വേദന. ആ വേദനയൊക്കെ സഹിച്ചിട്ട് നിങ്ങളെ പ്രസവിച്ച സ്വന്തം അമ്മന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പറയാ എന്തെങ്കിലും പ്രേരണ കൊണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ദുഷിച്ച വഴിയിലേക്ക് നീങ്ങിയിട്ട് നിങ്ങൾ മയക്കുമരുന്നിന് MDMA അടിമയായ കഞ്ചാവോ ഹാഷിഷോ
പെത്തഡിനോ ഏതെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി, MDMA എന്തെങ്കിലും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ആദ്യം നല്ല കുട്ടിയായിരുന്നു. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പണമൊക്കെ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെക്കായിരുന്നു. എത്രയായാലും 1000 ആയാലും 500 ആയാലും 2000 ആയാലും 10,000. പക്ഷെ നിങ്ങൾ ഇത് ആക്കാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ പൈസ അവിടെ കാണുന്ന അച്ഛനും അമ്മയും ഞങ്ങളെ കുട്ടികൾ, എന്റെ കുഞ്ഞുങ്ങൾ ഒന്നും ചെയ്യില്ല, കട്ടെടുക്കൂല, ചോദിക്കാതെ എടുക്കില്ല, ധൈര്യമായിട്ട് വെക്കുന്ന. അപ്പൊ അങ്ങനെ ഇങ്ങനെ എടുത്ത അപ്പൊ ഇതിന് അടിമപ്പെട്ടപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതായി കഴിഞ്ഞാൽ ഏത് പൈസ എടുക്കും, ആരുടെ കയ്യിൽ നിന്ന് കിട്ടും, ആരോട് യാചിക്കാനും മടിയില്ല. ഈ മയക്കുമരുന്നിനും ഇതിനൊക്കെ അടിമയായി കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രേരണയായിട്ട് നിങ്ങൾ അമ്മേനോട് പൈസ വെച്ച് അമ്മ പൈസ തരാഞ്ഞിട്ടോ, ഇനി നിങ്ങൾ അതിസുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യനെ വിവാഹം കഴിച്ച് ആ ഭാര്യ പറയാണ് അവളുടെ സൗന്ദര്യം, നമ്മൾ പറയില്ലേ തലയണ മന്ത്രം എന്നൊക്കെ. അപ്പോൾ ആ ഭാര്യ ഈ മകനും അമ്മയും തമ്മിൽ വളരെ നല്ല ബന്ധത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അസ്വസ്ഥത പൂണ്ടിട്ടുള്ള ഭാര്യ പറയാണ് നിങ്ങൾ അമ്മേനോട് പറയണം, നിങ്ങളെ അമ്മ അല്ല എന്ന് പറയണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരുത്തൻ അവൻ എന്റെ അമ്മയല്ല എന്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞാൽ അത് ഉമ്മ അല്ലാണ്ടാവില്ലല്ലോ. ആ ഗർഭപാത്രത്തിലാണ് നിങ്ങൾ കിടന്നത്, ഞാനും നിങ്ങളും കിടന്നത്. അതിൽ നിന്നാണ് എന്തായി ഞങ്ങൾ പുറത്തേക്ക് വന്നത്, ആ വയറ്റിൽ നിന്നാണ്. അപ്പൊ ആ അമ്മന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇനി ജീവിതകാലം മുഴുവനും നിങ്ങൾ എന്റെ അമ്മയല്ല, എന്നെ പ്രസവിച്ചത് നിങ്ങളല്ല എന്ന് പറഞ്ഞാലും അത് നമ്മളെ അമ്മ അല്ലാണ്ടാവില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ കാര്യം. അള്ളാഹുവിന്റെ സംഗതി അതിനേക്കാൾ ഉയർന്നതാണ്. കാരണം ആ സൃഷ്ടാവായ അള്ളാഹു നമ്മളെ മനുഷ്യന്റെ സൃഷ്ടാവായ മനുഷ്യന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് നിങ്ങൾ പറയാണ് എന്റെ ദൈവം അള്ളാഹു അല്ല, എനിക്ക് വേറെ ദൈവങ്ങളൊക്കെ ഉണ്ട്, യേശു മറ്റുള്ളവരൊക്കെ എനിക്ക് ദൈവങ്ങളുണ്ട്, എന്റെ ദൈവം അള്ളാഹു അല്ല, നിങ്ങളെ മുസ്ലിങ്ങളുടെ ദൈവമല്ല അള്ളാഹു, അങ്ങനല്ല, മുസ്ലിങ്ങളുടെ ദൈവമല്ല, മുഴുവൻ മനുഷ്യരുടെ ദൈവം അള്ളാഹു. അത് നിങ്ങൾ അംഗീകരിച്ചാലും ശരി അംഗീകരിച്ചില്ലെങ്കിലും ശരി അള്ളാഹു അല്ലാതാവില്ല മനുഷ്യന്റെ ദൈവം. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ കൊല്ലപ്പെടേണ്ടവനാണെന്നുള്ള ഒരു ചിന്താഗതിയുണ്ടോ? അതൊന്നുമില്ല. അതൊക്കെ തെറ്റായി ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അനവധി തെറ്റിദ്ധാരണകൾ ഇസ്ലാമിനെ കുറിച്ചുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം, ഇത് പറയാൻ കാരണം തന്നെ ഈ തെറ്റിദ്ധാരണകൾ. അപ്പൊ ഈ പ്രചരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ എനിക്ക് ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. താങ്കൾ ഒരു ഉസ്താദാണ്. അപ്പൊ താങ്കളോട് നമ്മൾ ഈ ചോദിക്കുന്നത്, ഇപ്പൊ മൊത്തത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മതമാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഒരു മതത്തെ അധിക്ഷേപിക്കാൻ, മറ്റൊരു മതത്തെ ഉയർത്തിക്കാട്ടാൻ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ സ്ഥിരമായിട്ട് ഉയരുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനെ വധിച്ചു കളയുക എന്നുള്ള ഒരു രീതി തീവ്രവാദികൾ. ഒരിക്കലും അതൊക്കെ ഈ തീവ്രവാദികൾ കൊണ്ടുവന്നാണ്, അത് ഇസ്ലാമിന്റെ ഭാഗമല്ല. അല്ല, ഈ തീവ്രവാദികൾ ഇസ്ലാമില് മുഹമ്മദ് നബി ഉള്ളപ്പം വരെ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ അനവധി ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിന്റെ ചുറ്റുഭാഗത്ത് അവരെ ആരെയും വധിച്ചു കളഞ്ഞിട്ടില്ല. മക്കം ഫത്തഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു മക്കം തിരിച്ചു നൽകിയ, പരിശുദ്ധ കഅബയുള്ള നാട് തിരിച്ചു നൽകിയ സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും അവരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇവിടെ വിശ്വാസികൾ അവിശ്വാസികൾ എല്ലാവരും ഇന്ന് സ്വതന്ത്രരാണ്. ആരുടെ ന്യായമായ സംശയം ഈ ഹൂറികളും മദ്യപ്പുഴയും ഒക്കെ ഈ അതൊക്കെ അതിലൊന്നും ഇല്ല. ഈ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് അത് ഇത് ഉള്ളത് തന്നെയാണ്. മദ്യത്തിന്റെ പുഴയുണ്ട്, ഹൂറികളുണ്ട്. ഹൂറികൾ മനുഷ്യന് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭൗതിക ജീവിതത്തിൽ ഇത് നിഷേധിക്കപ്പെടുകയും തീർച്ചയായും ഈ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് മരണശേഷം ഇത് ലഭിക്കുകയും ചെയ്യപ്പെടുന്നു എന്നാണല്ലോ ഇതിനകത്ത് പറയുന്നത്. തീർച്ചയായും ഇവിടെ നൽകപ്പെടാനല്ല, ഇവിടെ ചില ആളുകൾക്ക് നല്ല എണ്ണനെ കിട്ടുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാലും വളരെ കുറഞ്ഞ തുച്ഛമായ ഒരു സമയത്തേക്ക് മാത്രം. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ സമയം. പക്ഷെ സ്വർഗത്തിലെ ജീവിതം അങ്ങനെയല്ല, പിന്നെ ശാശ്വതമായ ജീവിതം. നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് അവിടെയും ശാശ്വതമാണ്. സ്വർഗത്തിൽ നമ്മുടെ ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ, ശരീരമുണ്ട്. അവിടെയാണ് തെറ്റിദ്ധാരണ. ശരീരത്തോട് കൂടിയിട്ടാണ് നമ്മളെ ഭൂമിയിൽ നിന്ന് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഇപ്പൊ ചില ആളുകൾ നമ്മളെ ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ, ഈ പണ്ഡിതന്മാര് യഥാർത്ഥ പണ്ഡിതന്മാര് പറയില്ല, പക്ഷെ ഇസ്ലാമിക ചില പണ്ഡിതന്മാരും മറ്റേ പ്രാസംഗികന്മാരൊക്കെ പറയലുണ്ട് പരലോകത്ത് മഹ്ശറിൽ ഹാജരാക്കുന്നു. പരലോകത്തല്ല മഹ്ശറ. മഹ്ശറ എന്ന് പറഞ്ഞാല് മനുഷ്യനെ മുഴുവനും ഉയർത്തിക്കൊണ്ടിരുന്ന ഈ ഭൂമിയിൽ തന്നെ. ഈ ഭൂമിനോട് അള്ളാഹു പറയുന്നത് ഈ ലോകത്തിന്റെ അവസാനം ഉണ്ട്, ഒരു ദിവസം ഉണ്ട് എന്ന് പറയില്ലേ. ആ അന്ത്യദിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചു തന്നത് ഒരു മലക്ക്, ഇസ്രാഫീൽ എന്ന് പറഞ്ഞ മലക്ക്, അവൻ ആ കൊയല് അള്ളാഹു വായിൽ വെച്ചു കൊടുത്ത ആ കൊയല് വായിൽ വെച്ചിങ്ങനെ നിൽക്കുന്ന രംഗങ്ങൾ കണ്ടിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് ഒരു നോട്ടം അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ രംഗം. അപ്പൊ ഒരു പക്ഷെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, നമ്മൾ സാധാരണക്കാർ കാണാത്ത പല കാഴ്ചകളും അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കല്ലോ ചില സംഗതി. അപ്പൊ അതേപോലെ ഒരു സംഗതിയാണ് ഈ ലോകാവസാനത്തിന്റെ ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊയലിൽ ഊത്തിട്ട് വലിയൊരു ശങ്കില് ഊതുന്നതോട് കൂടിയിട്ടാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. നമ്മൾ ഈ പറയുന്ന സ്വർഗജീവിതം ഉണ്ടല്ലോ, സ്വർഗജീവിതം പ്രലോഭനം മാത്രം. ഇത് കഴിഞ്ഞിട്ടാണ്, അല്ല പ്രലോഭനല്ല,
മനുഷ്യന്റെ അതായത് ഈ നാട്ടില് നമ്മള് ഈ പറയുന്ന നമ്മൾ ഭൂമിയിൽ മാനമര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു പ്രലോഭനം മാത്രമല്ല ഈ ഒരിക്കലല്ല ഈ ഭൂമിയിലെ ഈ പിന്നെ നമ്മൾ നന്നായിട്ട് ജീവിച്ചു, എനിക്ക് മരണാനന്തരം നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നാട്ടിൽ നല്ല വായിച്ച് ജീവിക്കാൻ അതിനു വേണ്ടിയല്ല. ഇത് യഥാർത്ഥത്തിൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മനുഷ്യന് അവിടുന്ന് പോന്ന ആളാണ്. ആദം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവിടേക്ക് അള്ളാഹു തിരികെ കൊണ്ടുവരാൻ, മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ. അല്ലെ, അതിനകത്ത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ആയുധമാക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ഈ ഇസ്ലാമിൽ ശരിക്കും പൊളിറ്റിക്കൽ ഇസ്ലാം, റിലീജിയൻസ് ഇസ്ലാം പറഞ്ഞ കണ്ട് രണ്ട് വിഭാഗം ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതില് റിലീജിയൻ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്. ഒരു മനുഷ്യന്, യഥാർത്ഥ മനുഷ്യൻ അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമി. ഞാൻ പറയില്ല, അള്ളാഹു മനുഷ്യർക്ക് താമസിക്കാൻ കൊടുത്ത അത് കുറഞ്ഞ കാലയളവ്, കുറഞ്ഞ സമയത്തേക്ക്. ആ സമയത്ത് ഇവിടെ ഭൂമിയിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനായിട്ട്, മനുഷ്യന്റെ യഥാർത്ഥ സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് നല്ലൊരു മനുഷ്യനായിട്ട്, ആരെയും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, സഹജീവികളെ ഉപദ്രവിക്കാതെ, വഞ്ചിക്കാതെ, ദ്രോഹിക്കാതെ, വിശ്വാസവഞ്ചന കാണിക്കാതെ, അങ്ങനെയുള്ള യാതൊരു വൃത്തികേടുകളും കാണിക്കാതെ, കൊലപാതകം ചെയ്യാതെ, മറ്റുള്ളവരെ അന്യ സ്ത്രീകളെ വ്യഭിചരിക്കാതെ, അങ്ങനെയുള്ള യാതൊരു വൃത്തികേടും, അന്യൻ്റെത് മോഷ്ടിക്കാതെ, ഇങ്ങനെയുള്ള ഒരു വൃത്തികേടുകളും ചെയ്യാതെ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ട് അള്ളാഹു നഷ്ടപ്പെട്ടു പോയ സ്വർഗം നേടിയെടുക്കാനുള്ള അതിനു വേണ്ടിയാണ് മനുഷ്യനെ ഇവിടെ അള്ളാഹു പറയുന്നത്. ഞാൻ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ അവനെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് വെച്ചാൽ അവന്റെ നല്ലതും ചീത്തയും അവന്റെ നിന്ന് ആരുണ്ട്, നല്ലതിന്റെ ആളുകൾ, ചീത്തതിന്റെ ആളുകൾ ആരുണ്ട്, ഇത് രണ്ടും വേർതിരിച്ചറിയാൻ വേണ്ടിയാണ്. യഥാർത്ഥ മുസ്ലിങ്ങൾ ഒരു മതരാഷ്ട്രത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മതരാഷ്ട്രം ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരു സ്ഥലത്ത് മതരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല. അതായിക്കഴിഞ്ഞാൽ നമ്മള് യഥാർത്ഥ ദൈവത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇറാനിലെ ഖുർആൻ അനുഷ്ഠിക്കുന്നവരാണ്, UAE-യിലും ഖുർആൻ അനുഷ്ഠിക്കുന്നവർ. ഇറാനിലുള്ളവർ ഷിയ മുസ്ലിങ്ങൾ. അതെ, അവരൊരു മതരാഷ്ട്രം, ആ മത നിയമം, പ്രാകൃത നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതെ. UAE പോലൊരു സ്ഥലത്ത് എല്ലാവിധ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. UAE-യിലും ശരിക്കും യഥാർത്ഥ ഇസ്ലാം അല്ല. UAE-ന്റെ ഭരണാധികാരികളൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളല്ല. അവര് പിന്നെ എന്താണ്? അവരില് പേച്ച വിശ്വാസങ്ങളുള്ള പലരുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്, മനുഷ്യന്റെ സൃഷ്ടാവായ രക്ഷിതാവായ അള്ളാഹു മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് സമ്മാനിച്ച ദീനാണ്, മതമാണ് ഇസ്ലാം. അത് മുഹമ്മദ് നബി കൊണ്ടുവന്ന മതമല്ല. ആദം അലൈഹിസ്സലാം മുതൽക്ക് അബ്രഹാം മുതൽക്ക് ആദ്യം നൂഹ് ആണ് മനുഷ്യർക്ക് നേരെ തിരിഞ്ഞ് ഭൂമിയിൽ മനുഷ്യൻ വികസിക്കാൻ തുടങ്ങിയപ്പോൾ, മനുഷ്യവംശം ആയി കഴിഞ്ഞപ്പം അള്ളാഹു പറഞ്ഞത് ആദ്യം തന്നെ മനുഷ്യരോട് തിരിഞ്ഞുകാണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങണം, കീഴ്പ്പെട്ട് മടങ്ങുന്നവരാകണം എന്ന് മനുഷ്യരോട്, ജനങ്ങളോട് പറയും എന്ന് പറഞ്ഞ് ആദ്യം ഏൽപ്പിച്ച പ്രവാചകനാണ്, പ്രവചിക്കാൻ ഏൽപ്പിച്ച പ്രവാചകനാണ് നൂഹ്. നിങ്ങൾ പറയും നോഹ എന്ന് പറയും. നിങ്ങൾ പല പേരുകളും നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പറയുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിനെ നോഹ എന്നാ പറയാം. അതേപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അബ്രഹാം എന്ന്. അള്ളാഹു പറയുന്നത് ഇബ്രാഹിമിന്റെ നൂഹിന്റെയും ആദമിന്റെയും നൂഹ് അലൈഹി ഇസ്ലാമിന്റെ, ആദം അലൈഹി ഇസ്ലാമിന്റെയും നൂഹ് അലൈഹി ഇസ്ലാമിന്റെയും അബ്രഹാം അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ സൃഷ്ടാവായ അള്ളാഹു പറയുന്നത് യഥാർത്ഥ പേരുകൾ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. നൂഹ് എന്നാണ്, ആദം എന്നാണ് ആദ്യത്തെ മനുഷ്യന്റെ പേര്. ആദമേ എന്ന് അള്ളാഹു വിളിക്കുന്നുണ്ട്. അതേപോലെ നൂഹ് എന്നാണ് പേര് രണ്ടാമത്തെ പ്രവാചകന്റെ, ആദ്യത്തെ പ്രവാചകൻ. പിന്നെ ഈ അബ്രഹാമിനെ ഇബ്രാഹിം എന്നാണ്. അതേപോലെ മോശസിനെ മോശ എന്ന് വിളിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മൂസ മോശ. അതേപോലെ പിന്നെ ഇംഗ്ലീഷിൽ പറയുന്ന, അതേപോലെ ജൂതന്മാര് മോസസ് എന്നാണ് തോന്നുന്നു വിളിക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷിലെ വേർഡ് മോസസ് എന്നാണ്. അതേപോലെ പിന്നെ യേശുവിനെ വിളിക്കുന്ന പേര് ഈസ എന്നാണ്. ശരിയായ പേര് ഈസബിനു മറിയം. ഈസബിനു മറിയം, മറിയമിന്റെ പുത്രൻ ഈസബിനു മറിയം എന്നാണ് ശരിക്ക് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അപ്പോ പിന്നെ നിങ്ങൾ വിളിക്കുന്നത് യേശു എന്ന് വിളിക്കുന്നുണ്ട്, ഈസോ മിശിഹായ എന്ന് വിളിക്കുന്നുണ്ട്, യേശു എന്ന് വിളിക്കുന്നത്, ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആളൊക്കെ ഒന്ന് തന്നെയാണ്, യേശു എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു തരത്തിലുള്ള വീഞ്ഞ്, ഒരൊറ്റ വീഞ്ഞ്, അത് ചുവന്ന കുപ്പിയിലാക്കിയാലും പച്ച കുപ്പിയിലാക്കിയാലും വെള്ള നിറത്തിലുള്ള കുപ്പിയിലാക്കിയാലും ഒക്കെ വീഞ്ഞൊന്നു തന്നെയല്ലേ അതിലുള്ള വീഞ്ഞ്. അതേപോലെ യേശു എന്ന് പറഞ്ഞാലും, ഈശോ എന്ന് പറഞ്ഞാലും, മിശിഹ എന്ന് പറഞ്ഞാലും, ഈസബിന് മറിയം എന്ന് പറഞ്ഞാലും ഒക്കെ, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാലും ഒക്കെ യേശുവിന് തന്നെ ഒരാളാണ്.
യേശുവിന്റെ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള അള്ളാഹു തെരഞ്ഞെടുത്ത മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രവാചകനായിട്ടുള്ള പരിശുദ്ധ കന്യാമറിയം. നമ്മൾ മറിയമ്മിനെ വളരെ ആദരവോട് കൂടിയിട്ടാണ് മുസ്ലിം സമൂഹം കാണുന്നത്. അവര് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അപ്പൊ അവര് കന്യകയായിരുന്നു, അവര് പിഴച്ചവളല്ല, അവര് കന്യകയായിരുന്നു, പരിശുദ്ധയായിരുന്നു. അവര് പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധയായ സ്ത്രീയെ ഒരു പുരുഷനും അവരെ പിന്നെ പഴപ്പിക്കുകയോ അങ്ങനെ ആ രീതിയിൽ പഴച്ചു പോവുകയോ ഒന്നും ചെയ്യാത്ത അള്ളാഹുവിന്റെ സംരക്ഷണം, പരിപൂർണ സംരക്ഷണം അള്ളാഹു നൽകി പോന്ന സ്ത്രീയാണ് കുഞ്ഞുനാൾ മുതൽക്കേ പരിശുദ്ധ. പക്ഷെ ജൂതന്മാര് പരിശുദ്ധ കന്യാമറിയമിനെ വളരെ മോശമായിട്ടാണ് പറയുന്നത്. ജൂതന്മാർ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ, ഇസ്രായേലിലുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആളുകൾ പറയുന്നത്, ജൂതന്മാർ ഇസ്രായേലിൽ പറയുന്നത് വളരെ മോശമായിട്ടാണ്. യേശുവിനും കന്യാമറിയത്തിന് പറയുന്നത് പിഴച്ചവളാണ്, അവൾ അഭിസാരികയാണ്, വ്യഭിചാരിണിയാണ്, അവളുടെ ഉമ്മയൊക്കെ നല്ല ആളുകളെ ഇനി അവൾ പിഴച്ചു പോയതാണ്, അതേപോലെ പിഴച്ച രീതിയിൽ ഉണ്ടായ സന്തതിയാണ് യേശു എന്ന് നടത്തി പറയുന്നുണ്ട്. ഇന്ന് വരെ ഇസ്രായേൽ തെരുവുകളിലൂടെ, ജെറൂസലമിലൂടെ, ബത്ലഹേമിലൂടെ ഒരു ക്രിസ്ത്യൻ ആള്, ഒരു പെൺകുട്ടിയാവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ, ക്രിസ്തീയ മതം പ്രചരിപ്പിച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ യഹൂദി പയ്യന്മാര് വരെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പും. ഒരു മുസ്ലിം അങ്ങനെ ചെയ്യോ? ക്രിസ്ത്യാനിയെ നമ്മുടെ നാട്ടിലെ ഇനി ലോകത്തിന്റെ ഏത് കോണിലായാലും ക്രിസ്തീയ മതം പ്രചരിപ്പിച്ചാൽ ഒരു മുസ്ലിം ക്രിസ്ത്യാനി ആയില്ല, അവർ വളരെ ആദരവോടെ കാണുള്ളൂ. അവളെ മതം പ്രചരിപ്പിക്കുന്നു മുസ്ലിം. പക്ഷെ യഹൂദി ഓരോ കുട്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണുന്ന വീഡിയോ കാണിച്ചു തരാം. മറ്റേ ഒരു പെൺകുട്ടി ഇങ്ങനെ തെരുവിലൂടെ, ഇസ്രായേൽ തെരുവിലൂടെ, ഏത് ജെറൂസലമിലോ പിന്നെ ബത്ലഹേമിലോ എവിടെയാണ്, പിന്നെ ടെല്ലവിയിലോ, ഏതോ ഇസ്രായേലിന്റെ നടുക്ക് ഉള്ള പ്രധാനപ്പെട്ട അൽ-അഖ്സ മസ്ജിദ് ഉണ്ടല്ലോ, എല്ലാവരും പറയുന്നത് പരിശുദ്ധ കഅബ കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ശ്രദ്ധയെ ഇതാക്കുന്ന ഇന്ന് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന, മുസ്ലിങ്ങൾക്കായിട്ട് ആരാധനക്ക് വേറെ ആരും ആ മസ്ജിദിലേക്ക് പ്രവേശനമില്ല. ലോകത്ത് ഈ പരിശുദ്ധ കഅബ കഴിഞ്ഞാൽ രണ്ടാമത്തെ മസ്ജിദാണ് ഈ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറയും. ആ മസ്ജിദുൽ അഖ്സനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ ഈ ഇസ്രായേലിന്റെ ജനതൻ്റെത്. അപ്പൊ അതിന്റെ പരിസരത്ത് ഇവിടെ ഈ ക്രിസ്തീയ മതം പ്രചരിപ്പിച്ച് നടക്കുന്ന അതിലേക്ക് ഇസ്രായേൽ ചെറിയ കൊച്ചു കുട്ടികൾ വരെ, ഇസ്രായേൽ വയസ്സായ ഇസ്രായേൽ പുരോഹിതന്മാര് വരെ അവളുടെ കയ്യിലുള്ള ഇത് വാങ്ങിയാണ്ട് എറിയുന്നതൊക്കെ കാണാം, ക്രിസ്തീയ ഇത് ഇതാക്കുന്നത്. അപ്പോ അങ്ങനെ എതിർക്കുന്ന യേശു മോശക്കാരനാണ്, യേശു ജാരസന്തതിയാണ് എന്നും പറയുന്ന, പരിശുദ്ധ കന്യാമറിയം പിഴച്ചവളാണെന്നൊക്കെ പറയുന്ന യേശുവിനെ, ഈ ജൂതന്മാരെ, യഹൂദികളെ ക്രിസ്ത്യാനികൾ ചേർത്ത് പിടിക്കുന്നു. എന്താ കാരണം എന്ന് അറിയോ? എന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവരെ ക്രിസ്ത്യാനികളെ കുറിച്ച് യഹൂദികൾ പറയുന്നത് അവർ വിഗ്രഹാരാധകരാണ്. യഹൂദികൾ പക്ഷെ വിഗ്രഹത്തിന് ആരാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അവര് മോസസിന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്നില്ല. നിങ്ങൾ യേശുവിന്റെ വിഗ്രഹം ഉണ്ടാക്കി, യേശുവിന്റെ കന്യാമറിയമിന്റെ പരിശുദ്ധ എല്ലാവരും വിഗ്രഹങ്ങളുണ്ട്, സെബാസ്റ്റിനോസിന്റെ അങ്ങനെ വിഗ്രഹങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് കടുപ്പം എന്നാണ് ജൂതന്മാര് പറയുന്നത്, യഹൂദികൾ പറയുന്നത്, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളെ കണ്ടുകൂടാത്തത് അവർ വിഗ്രഹാരാധകരാണ്. വിഗ്രഹാരാധന ദൈവത്തിന്റെ വശമല്ല, അത് ശൈത്താനിൽ നിന്നുള്ള പിശാചിന്റേതാണ് വിഗ്രഹാരാധന. ദൈവത്തിന് യാതൊരു ഇതുമില്ല. നിങ്ങളതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തോ ഭൂമിയിലോ സമുദ്രത്തിലോ എവിടെയും ദൈവത്തിന്റെ ഒരു രൂപത്തിനെ പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ വേദഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടും നിങ്ങൾ അതിനെതിരായിട്ടാണ് ക്രിസ്തീയ ആളുകൾ ചെയ്യുന്നത്. അതേപോലെയാണ് ഞാൻ പറഞ്ഞത്, യേശുവിനോട് പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്ത് മനുഷ്യർ താമസം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഇതിൽ വ്യഗ്രത കാണിക്കും. അതിന്റെ പാരമ്യത്തിൽ എത്തുന്ന സമയത്ത്, അതിന്റെ മൂർധന്യത്തിൽ എത്തുന്ന സമയത്ത്, അതിന്റെ ഒരു പ്രത്യേക ഇതിൽ അത് ഏകദേശം എത്തിക്കഴിഞ്ഞ സമയത്ത് നിന്നെ ഞാൻ താഴെ ഇറക്കുന്നു. അപ്പൊ അതൊക്കെ അള്ളാഹു യേശുവിനോട് പറയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹു പറയുന്നത് യേശുവിനെ മോശക്കാരനാക്കിയിട്ടില്ല. അള്ളാഹു പറയുന്നത് യേശു എന്റെ സൃഷ്ടിയും എന്റെ അടിമയും എന്റെ ദൂതനും എന്റെ വചനവും എന്റെ പ്രവാചകനുമാണ്. 5 കാര്യങ്ങളാണ് അള്ളാഹു യേശുവിനെ കുറിച്ച് ലോകത്തിനെ അറിയിക്കുന്നത്, മനുഷ്യരെ അറിയിക്കുന്നത്. യേശു എന്റെ സൃഷ്ടിയാണ്, എന്റെ അടിമയാണ്, എന്റെ ദൂതനാണ്, എന്റെ വചനമാണ്. ആദ്യം എന്റെ വചനമാണ്. അള്ളാഹു പരിശുദ്ധ കന്യാമറിയമിന്റെ ഇതിലേക്ക് ഗബ്രീൽ മലക്ക് തന്നെ പറയണം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ മലക്കിന്റെ വഴി പറഞ്ഞതാണ് പരിശുദ്ധ കന്യാമറിയമിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് പിറക്കട്ടെ. അത് അള്ളാഹുവിന്റെ വചനാണ്. അതിനാണ് പറഞ്ഞ അള്ളാഹുവിന്റെ വചനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്, അള്ളാഹുവിന്റെ പുത്രനാണ്, ദൈവപുത്രനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും എവിടെയും ഒരു എവിഡൻസ് കാണിച്ചു തരാൻ പറ്റില്ല. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രനെ പ്രവാചകനാണ്. പ്രവാചകനാണ്. മുഹമ്മദ് നബിക്ക് മുമ്പുള്ള
തൊട്ട് മുമ്പ് വന്ന പ്രവാചകനാണ്. അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വരാനുണ്ടായ ഒരു കാരണം, മറുനാടനിലേക്ക് വരാനുണ്ടായ കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ആ. പറയുന്നതിന് വേണ്ടിയാണ്. അതെ. അപ്പം ഇവിടെ വന്ന് നമ്മുടെ ചീഫ് എഡിറ്ററുമായിട്ട് സംസാരിച്ചല്ലോ. അതെ. അപ്പം അദ്ദേഹത്തെ കുറിച്ച് ഈ മുസ്ലിം സമുദായത്തിനിടയിലുള്ള ഒരു ഉള്ള കാര്യങ്ങളിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തെറ്റിദ്ധാരണ ഉണ്ട്. അദ്ദേഹം പറയുന്ന അതിപ്പോ ഇപ്പൊ നമ്മൾ ഇറാന്റെ കാര്യം പറഞ്ഞു. ഇറാനിലെ ഷിയ മുസ്ലിങ്ങളാണ്. അവര് കടുത്ത മതവിശ്വാസികളാണ്. അവർ ഈ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇറാന് മേൽ ഇപ്പൊ നടക്കുന്ന ഒരു ആക്രമണമുണ്ട്, ഈ ഇസ്രായേലും ഈ അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഒരാക്രമണം. അപ്പം ആ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇറാനെ ആണവ നിരായുധീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആക്രമണത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇത് ഈ ഇറാനിൻ്റെതോ മറ്റേ ഈ ആക്രമണത്തിന്റെ അമേരിക്കയുടെ ആക്രമണത്തിന്റെ ഒന്നും ഈ ലോകത്തിന്റെ ചരിത്രത്തില്, മനുഷ്യ ചരിത്രത്തില് ഒരു ഏടല്ല, ഒരു അധ്യായമല്ല. പക്ഷെ ദൈവം നിശ്ചയിച്ച ഒരു ഏട് വരാനിരിക്കുന്നുണ്ട്. പല ഏടുകളും കഴിഞ്ഞുപോയി. പൂർവികന്മാരെ ഞാനും നിങ്ങളടങ്ങുന്ന മനുഷ്യ സമൂഹത്തിൽ, ആദം സന്തതികളിൽ പല സമൂഹത്തിലും പല ഏടുകൾ കഴിഞ്ഞുപോയി. ഇനി വരാനുള്ള ഏടുകളിൽ ചില ഏടുകൾ ഈ ഭൂമിയിൽ സംഭവിക്കാനുള്ളത് നിങ്ങൾ ക്രിസ്തീയ മതത്തിലോ ഹിന്ദു മതത്തിലോ ജൂതമതത്തിലോ ഒന്നല്ല. ഇനി വരാനിരിക്കുന്നത് ശരിക്ക് ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ഇമാം മഹദി എന്ന് പറഞ്ഞ ചരിത്ര പുരുഷന്, അത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത്. ഇവിടെ ഭൂമിയിൽ അദ്ദേഹം ഉണ്ട്, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വരാൻ പോകുന്നത് 3 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം വരാൻ പോകുന്നത് യഥാർത്ഥ മുസ്ലിമായിട്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ വംശ പരമ്പരയിൽപ്പെട്ട, അതായത് അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ അനുയായികളുടെ ഇടയിൽ വെച്ച് പലപ്പോഴും സന്ദർഭങ്ങൾ എന്റെ കരളിന്റെ കഷ്ടാണ് ഫാത്തിമ എന്ന് പറയില്ലേ നിങ്ങൾ? ഫാത്തിമ പോയിട്ട് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഫാത്തിമ ബീബിയുടെ അലി റളിയല്ലാഹു ഈ പറഞ്ഞ ഷിയാക്കളായിട്ടുള്ള ആളുകള് ആവേണ്ട ആളാണെന്ന് പറഞ്ഞില്ലായിരുന്നു. അലി എന്ന് പറഞ്ഞു, അലിയാണ് പ്രവാചകൻ. അവര് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹ് കൂടി പറഞ്ഞാലേ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആവുള്ളൂ. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, അതും ഒരു ഒഴുക്കം പറ്റില്ല. അവർ വലിയ തൃപ്തിയൊന്നും ഉണ്ടായിട്ട് പറയല്ല. അവര് അള്ളാഹുവിനെയും വെൽങ്ങനെ അംഗീകരിക്കും ചെയ്യാത്തവരാണ്. പക്ഷെ അത് മറച്ചു വെക്കും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറയും. പക്ഷെ അവര് പറയും അലി ഒലിയുള്ളാന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയേണ്ടതിന് പകരം അപ്പൊ അലി ആയിരുന്നു പ്രവാചകനാണ്ടത്. അള്ളാഹുവിന് മനുഷ്യന്റെ സൃഷ്ടാവായി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് തെറ്റ് സംഭവിച്ച പോലെയാണ് അവര് പറയുന്നത്. അള്ളാഹു തെരഞ്ഞെടുത്തതിൽ മുഹമ്മദിനല്ലേ അവര് ഇതാക്കിട്ട്. അപ്പൊ ആ അലി റളിയല്ലാഹു അൻഹുവിലും ആയിഷ ഫാത്തിമ അള്ളാഹുവിന്റെ റസൂലായിട്ടുള്ള റസൂലിന്റെ മകളായ ഫാത്തിമ ബിബിയിലും ഉള്ള സന്തതി പരമ്പരയിലാണ് ഈ ഇമാം മഹദി വരുന്നത്. അത് സൗദി അറേബ്യന്റെ രാജാവായിരുന്നു. സൗദി അറേബ്യയിലെ ഇപ്പോഴുള്ള സൽമാൻ രാജാവ് മറ്റേ 2027 28 മരണം സംഭവിക്കും. അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹമാണ് ഇപ്പോ ഔദ്യോഗികമായിട്ട് സൗദി അറേബ്യന്റെ രാജാവ് സൽമാൻ രാജാവാണ്. അതായത് അദ്ദേഹം ഈ സൽമാൻ രാജാവ് യഥാർത്ഥത്തിൽ സൗദിന്റെ രാജാവ് ആവേണ്ട ആളല്ല. അതായത് ഇപ്പൊ സൗദി ഭരണകൂടത്തിൽ നിന്ന് 100-150 വർഷമായിട്ട് ഇങ്ങനെ സൗദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൗദി ഭരണകൂടത്തിൽ നിന്ന് ഫഹദ് രാജാവ് ഏറെ കാലം സൗദി ഭരിച്ച. ആ ഫഹദ് രാജാവ് ഭരിച്ചപ്പം പിന്നെ ഫഹദിന്റെ മറ്റേ വാപ്പയും ഒന്നാണ്, മറ്റുള്ള ഒരു അനിയനായിട്ടുള്ള സ്വന്തം ഉമ്മയും ഒരേപോലുള്ള എന്നാലും അർദ്ധ സഹോദരനായിട്ടുള്ള അബ്ദുള്ള രാജാവായിരുന്നു. അബ്ദുള്ള രാജാവാണ് പിന്നീട് ഫഹദ് രാജാവിന്റെ മരണത്തോടെ, ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാലാണ് പിന്നെ മറ്റൊരു രാജാവ് അധികാരമായി. അപ്പൊ അങ്ങനെ അബ്ദുള്ള രാജാവ് വന്നു. അബ്ദുള്ള രാജാവിന് ശേഷം വരേണ്ടത് സൗദി അറേബ്യയിൽ സുൽത്താൻ എന്ന് പറഞ്ഞ രാജാവായിരുന്നു. ആ സുൽത്താൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരു രാജാവ് അദ്ദേഹമായിരുന്നു ശരിക്കും താവഴി വെച്ച് അദ്ദേഹത്തിനെ നിഷ്കാസനം ചെയ്തിട്ട് വകവരുത്തിയ കാരാഗ്രഹത്തിൽ അടിക്കുക ചെയ്തിട്ടാണ് ആര് വന്നത്? ഇപ്പോഴുള്ള സൽമാൻ രാജാവ് വന്നത്. സൽമാൻ രാജാവ് കുറെ വർഷം ഭരിച്ചിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹത്തിന് ഒരു റബ്ബർ സ്റ്റാമ്പായി പ്രായമായി കഴിയുമ്പോൾ അദ്ദേഹം ചിലര് ഇപ്പൊ നമ്മള് ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞാൽ ഞാനും നിങ്ങളടങ്ങുന്ന മനുഷ്യ സമൂഹത്തിൽ പിന്നെ അവർക്കൊരു ഇതുണ്ടാവില്ല. അവർ നടക്കുന്ന കാര്യങ്ങൾക്കും നടക്കാനും നേരെ കയ്യിലിപ്പോ നമ്മൾ പിണറായി വിജയന് നമ്മൾ പറയില്ലേ ഏകദേശം ഒരു ഇതായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് പിണറായി വിജയൻ നടന്ന പോലെയല്ല പിണറായി വിജയൻ ഇപ്പൊ നടക്കുന്നത്. അതേപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ മനുഷ്യരിൽ തന്നെ ഞാനും നിങ്ങളടങ്ങുന്ന മനുഷ്യ സമൂഹത്തിൽ, ഈ കേരളീയ സമൂഹത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ, ഇനി ലോകത്തിൽ തന്നെ പറയാം സുന്ദരന്മാരായിട്ടുള്ള ആളുകളിൽ ഒരാളായി തലയെടുപ്പുള്ള നല്ല 6 അടി ഹൈറ്റും ഏതൊരു ആൾക്കൂട്ടത്തിൽ 100 ആള് 200 ആള് 500 ആളുടെ ഇടയിൽ നിന്നാലും മമ്മൂട്ടിനെ കാണാൻ തിരിച്ചറിയാം. അങ്ങനെ നല്ല ചങ്കൂറ്റുള്ള നല്ലൊരു ഇതുള്ള ഇപ്പം മമ്മൂട്ടിനെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഇത് പോരാ. മമ്മൂട്ടി ആള് ശരീരം ഒന്ന് ശോഷിച്ച് നടത്തത്തിന് വാർദ്ധക്യം ബാധിച്ച്. അപ്പൊ ഇപ്പൊ ഒരു ഭയപ്പാടാ, വീണ് പോവോ, നടക്കുമ്പോ തന്നെ ഒരു പേടിയാ.
വീണാൽ പിന്നെ ഉണ്ടാവും, അവർക്ക് പിന്നെ എഴുന്നേൽക്കാൻ കഴിയോ എന്നുള്ള പേടി. അപ്പം നടന്ന് ഓരോ കാൽവെപ്പും വെക്കുന്ന തന്നെ സ്റ്റെപ്പും വെക്കുന്ന പേടിച്ചുകൊണ്ടാണ് വീഴുന്നത്. അതേപോലെ പിണറായി വിജയനും ഒക്കെ. അതേപോലെ ഈ രാജാവ് വയസ്സായി കഴിഞ്ഞപ്പോൾ എന്താക്കി, അപ്പൊ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറഞ്ഞ മകന്, അപ്പൊ അവൻ ബാപ്പനെ കൊട്ടാരത്തിന്റെ അകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തൊരു മൂലക്ക് ഇരുത്തിയിട്ട് ഇപ്പം മകനാണ് കിരീടാവകാശി എന്നുള്ള ഫഹദ് ഈ സൽമാൻ രാജാവ് മരിച്ചാൽ അടുത്ത രാജാവ് ആകാനുള്ള ആളെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോകുന്നില്ല, രാഷ്ട്രതലവന്മാരെ കാണുന്നതും എല്ലാ ഫയലുകളിലും ഒപ്പിടുന്നതും റൊണാൾഡ് ട്രംപുമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപുമായിട്ടും ബ്രിട്ടൻ പ്രസിഡന്റായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ഫ്രഞ്ച് പ്രസിഡന്റായിട്ടും എല്ലാ ലോക രാജ്യങ്ങളിലുള്ള ചൈനീസ് പ്രസിഡന്റായിട്ടും എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നതും നിരന്തര സമ്പർക്കം വരുന്നതും ഒക്കെ ഈ മുഹമ്മദ് ബിൻ സൽമാൻ, MBS എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ്. പക്ഷെ ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് 2027 ഈ അടുത്ത വർഷം, ഇത് 2026 2027 അല്ലെങ്കിൽ 2028 അല്ലെങ്കിൽ 2029, ഈ 3 വർഷത്തില് ഏതെങ്കിലും 2027 തന്നെ മരണപ്പെടാനുള്ള സാധ്യത, അതല്ലെങ്കിൽ 2028 അല്ലെങ്കിൽ 2029 മാക്സിമം. അതാ ഞാൻ പറഞ്ഞ 3 വർഷം. ഈ 3 വർഷത്തിൻ്റെ ഉള്ളിൽ സൽമാൻ രാജാവ് മരണപ്പെടുമ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാനെ MBS എന്ന് പറഞ്ഞ മുഹമ്മദ് സൽമാനും പിന്നെ ഇപ്പോ മനുഷ്യരുടെ മുമ്പിൽ ഇല്ലാത്ത, ലോകത്തിന്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു മകന് വേറെ ഉണ്ട് സൽമാൻ രാജാവിന്റെ. അദ്ദേഹം ഇപ്പൊ മുഹമ്മദ് ബിൻ സൽമാൻ മാത്രമേ ഉള്ളൂ മുൻപിലുള്ളൂ, അടുത്ത സൗദി അറേബ്യന്റെ രാജാവായിട്ടുള്ളൂ. പക്ഷെ വേറൊരു മകനും കൂടി ഉണ്ട്. ആ മകനും ഈ മുഹമ്മദ് ബിൻ സൽമാനും കൂടെ നല്ല ഉഗ്രം ഫൈറ്റ് ആവും. അവന് രാജാവാണെന്ന് അവൻ പറയും, അവന്റെ കൂടി രാജകുടുംബത്തിലെ ആളുകൾ നിൽക്കും, ഇവന്റെ കൂടെ നിൽക്കും. അങ്ങനെ ഉഗ്രം ഫൈറ്റ് ആയി കഴിയുമ്പോൾ പക്ഷെ അള്ളാഹു പറയുന്നത് ഇവർ 2 പേരും ആവില്ല. ഇമാം മഹദിയാണ് സാധാരണ മനുഷ്യന് ചെയ്തിട്ടുള്ള മദീനയിൽ ഇപ്പൊ മദീനയിൽ മക്കത്തോ ജനിച്ചിട്ട് മദീനത്തോ മക്കത്തോ ഉണ്ട് ആള്. അതായത് സൗദി അറേബ്യ എന്ന് പറഞ്ഞ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്ത്, KSA എന്ന് പറയുന്ന കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്തുള്ള അതിലെ മദീന, ഒന്നെങ്കിൽ മദീന പട്ടണത്തിൽ നമ്മളെ മദീന അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച സ്ഥലമുണ്ടല്ലോ മദീന, ആ മദീനയിലോ ഈ പരിശുദ്ധ കഅബയുള്ള മക്കന്റെ പരിസരത്ത് അവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട് ആള്. അദ്ദേഹത്തിനെയാണ് ഞാനടക്കമുള്ള ആളുകള് കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ നമുക്ക് മറ്റുള്ള മനുഷ്യർ കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കാണിച്ചു തരാമെന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ എനിക്ക് അറിയിച്ചു തന്നെ. ഇമാം മഹദിന്റെ വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരാനുള്ളത് ഇപ്പൊ ഇമാം മഹദി 3 വർഷത്തിനുള്ളിൽ വരുന്നതാണ്. അപ്പൊ 5 വർഷത്തിനുള്ളിൽ ആര് വരും? ഈ ദജ്ജാൽ വരും, ആന്റി ക്രൈസ്റ്റ് വരും. ഇമാം മഹദി 3 വർഷത്തിനുള്ളിൽ, ഇന്ന് മുതൽക്ക്, ഈ ദിവസം മുതൽക്ക്, ഈ നിമിഷം മുതൽക്ക് 3 വർഷത്തിനുള്ളിൽ ഇമാം മഹദി രംഗപ്രവേശനം. ചരിത്ര പുരുഷനായ, ലോകം കാത്തിരിക്കുന്ന, മുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ള, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായ ഇമാം മഹദി സൗദി അറേബ്യയുടെ കിങ് ആയിട്ട്, സൗദി അറേബ്യന്റെ രാജാവായിട്ട് വരും. അതിനുശേഷം അതോടൊപ്പം മറ്റേ 5 വർഷം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 7 വർഷം അതിനുള്ളിൽ ആര് വരും? ആന്റിക്രൈസ്റ്റ് വരും. ആന്റിക്രൈസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് 1.5 വർഷം കൂടി കഴിയുമ്പോൾ, മാക്സിമം 2 വർഷം കഴിയുമ്പോൾ സാക്ഷാൽ ആര് വരും? ജീസസ് ക്രൈസ്റ്റ് വരും. ജീസസ് ക്രൈസ്റ്റിനെ അള്ളാഹു 7ാം ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ സമീപത്തുണ്ട്, അള്ളാഹു ഇറക്കി വരും. ഇറക്കി വരുമ്പോൾ ഇമാം മഹദിന്റെ അള്ളാഹുവിന്റെ ഈ അടിമന്റെ ഒക്കെ സമീപത്തേക്കാണ് വരിക. നമ്മളാണ് ആദ്യം ജീസസ് ക്രൈസ്റ്റിനെ കാണുക. എന്നിട്ട് ഞങ്ങളാണ് ലോകത്തിന്റെ മുന്നിലേക്ക് മസ്ജിദിലേക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമസ്കരിക്കാൻ വേണ്ടി. ജീസസ് ക്രൈസ്റ്റിനെ കാത്തിരിക്കുന്നവർ, ക്രിസ്ത്യാനികളൊക്കെ വിചാരിക്കുന്നത് അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടാണ് വരിക, ക്രിസ്ത്യാനികളുടെ നേതാവാണ്, ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ഒക്കെ. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് യഥാർത്ഥ കറകളഞ്ഞ മുസ്ലിമാണ്. മുസ്ലിം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ആളുകൾക്ക് അതുപോലും അറിയില്ല. മുസ്ലിം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ, സൃഷ്ടാവായ, രക്ഷിതാവായ അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ടവൻ, കീഴൊതുങ്ങിയവൻ, വഴിപ്പെട്ടവൻ എന്നാണ് മുസ്ലിം എന്നുള്ള വാക്കിന്. ചിലർ ചോദിക്കും, നീ ഇസ്ലാമാണോ? ഞാനെന്താ ഇസ്ലാം ആകണോ? നീ എന്താ ഇസ്ലാം ആണോ എന്നൊക്കെ. ഇസ്ലാമല്ല ആവേണ്ടത്, ഒരു മനുഷ്യനാവേണ്ടത് മുസ്ലിമാണ് ആദ്യം. ആ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ആദമിന്റെ സന്തതികളിൽ നിങ്ങളിൽ ഞാനും അടങ്ങുന്ന മുസ്ലിം ഏത് മതത്തിൽ പെട്ടവനായിക്കോട്ടെ, നിരീശ്വരവാദി ആയിക്കോട്ടെ, ദൈവമില്ലാത്തവനായിക്കോട്ടെ, യുക്തിവാദി ആയിക്കോട്ടെ, സ്വതന്ത്ര ചിന്തകനായിക്കോട്ടെ, അവൻ യഥാർത്ഥത്തിൽ ആവേണ്ടത് മുസ്ലിമാണ് ആദ്യം. ഏതൊരു മനുഷ്യനും മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞ വാക്ക് അറബി വാക്കാണ്. അതിന്റെ അർത്ഥം ഇതാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ, മനുഷ്യന്റെ രക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ, കീഴൊതുങ്ങിയവൻ, വഴിപ്പെട്ടവൻ എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വഴിപ്പെട്ട ആൾക്ക് ഭൂമിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, സൃഷ്ടാവായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാൻ വേണ്ട മാർഗരേഖയാണ് ഇസ്ലാം. അപ്പൊ മുസ്ലിം എന്താണെന്നും ഇസ്ലാം എന്താണെന്നും അതുപോലും കൃത്യമായിട്ട് അറിയാം. അതേപോലെ തീവ്രവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് തീവ്രവാദം.
ഇന്ന് വരെ പലവരും ഉണ്ടാക്കാണ് എന്താണ് തീവ്രവാദം, അതെങ്ങനെ വന്ന് ഇസ്ലാമിനുമായിട്ട് ചേർത്തിട്ടാണ് തീവ്രവാദം പറയുന്നത്. അതെ. പക്ഷെ ഇസ്ലാമിൽ ഒരിക്കലും തീവ്രവാദം ഇല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാണ് തീവ്രവാദം എന്നാൽ എന്താണെന്നുള്ളതിന്റെ കൃത്യമായ നിർവചനം ഈ ലോകത്തിൽ ഒരാളും കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് അവസാനത്തെ പ്രവാചകനായ യേശുവിന് ശേഷം വന്ന മുഹമ്മദ് നബി ആണ് തീവ്രവാദത്തിന്റെ സ്വന്തം വിഭാഗത്തിന്റെ നെറികേടുകളെ, തിന്മകളെ ന്യായീകരിക്കലാണ്. ഇത് വളരെ ലളിതമായ രൂപത്തിലാണ്. അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടാവായ അള്ളാഹു എന്തൊരു കാര്യം പറയുകയാണെങ്കിലും അതേപോലെ വളരെ ഒരുപാട് വളച്ചു കെട്ടി പറയില്ല, ഒരുപാട് വലിച്ചു നീട്ടിട്ട് ഇപ്പൊ ഞാനീ പറഞ്ഞ പോലെ അത്രയും കൂടി വലിച്ചു നീട്ടി പറയില്ല. അവർ ഓരോ പരിശുദ്ധ ഖുറാനിലെ സെന്റൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ മലയാള പരിഭാഷ ഉണ്ട്. ലോകത്തിലെ എല്ലാ ഭാഷയിലും നിങ്ങൾക്ക് സത്യം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുറാന്റെ പരിഭാഷ ഞാൻ തരാം, എന്റെ കയ്യിലുണ്ട്. അൽഹംദുലില്ലാ ഞാൻ കൊണ്ടുതരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും സാജൻ സാറിന് വേണമെങ്കിലും ഒക്കെ ഞാൻ കൊണ്ടുതരാം പരിശുദ്ധ ഖുറാന്റെ പരിഭാഷ, നല്ല ഒറിജിനൽ കോപ്പി. അതിലൊക്കെ അള്ളാഹു വളരെ കണ്ണിങ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഓരോ സെന്റൻസ് പറയും. അതേപോലെ അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ ഒരുപാട് വളച്ചു നീട്ടാതെ ഈ തീവ്രവാദത്തിനെ കുറിച്ച് പറഞ്ഞത് സ്വന്തം വിഭാഗത്തിന്റെ നെറികേടുകളെ, തിന്മകളെ, തെറ്റുകളെ ന്യായീകരിക്കലാണ് ഈ തീവ്രവാദം എന്നാണ്. നമ്മളിലുള്ള ഒരു ആളൊരു തെറ്റ് ചെയ്ത്, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ തെറ്റ് ചെയ്ത്, പക്ഷെ ഇവര് ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനിയിലായിട്ടുള്ള ഒരാളെ തെറ്റ് ഖുറാനെ ആസ്പദമാക്കിയാണല്ലോ ഈ പറയുന്നത്. അല്ല, അത് ഖുറാനെ ആസ്പദമാക്കിയിട്ടേ അല്ല. അതാണ് അവിടേക്കാണ് ഇസ്ലാമും മനുഷ്യന്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യനെ ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമായിട്ടുള്ള പരിശുദ്ധ ഖുറാനും അള്ളാഹുവിന്റെ പ്രവാചകനായ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹിയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന എന്താ പറയുക, അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം ഒക്കെ ഇത് മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സത്യം ജനങ്ങൾ അറിയരുത്. യഥാർത്ഥ സത്യത്തിലേക്ക്, ഇസ്ലാമാണ് യഥാർത്ഥ സത്യം, മനുഷ്യന്റെ സൃഷ്ടാവായ ദൈവം അംഗീകരിച്ച മതം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ യഥാർത്ഥ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് ഇസ്ലാം മത വിശ്വാസികളല്ലേ? അല്ല, അവര് വിശ്വാസികളല്ല. അവര് ഈ ഖുറാനിൽ പറയുന്നത് കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അന്യായമായിട്ട് ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത് അന്യായമായിട്ട് എന്റെ സൃഷ്ടികളായ അടിമകളായ ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യൻ വധിച്ചു കഴിഞ്ഞാൽ അവന് മുസ്ലിം ആയിക്കൊണ്ട് ഇതല്ല, അത് അന്യായമായിട്ട് വധിച്ചു കഴിഞ്ഞാൽ അത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും വധിച്ച പോലെയാണ്. അന്യായമായിട്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വധിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ സർവ്വ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ്. അപ്പോൾ അത്രയും കർശനായിട്ട് പറയുന്ന ഒരാൾക്ക് ഒരു മുസ്ലിമിന് അന്യായമായിട്ട് മറ്റൊരാളെ വധിക്കാൻ കഴിയും? അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ടാണല്ലോ പലയിടത്തും വെടിവെപ്പും. അതൊക്കെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പൊ യഹൂദികളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഷിയാക്കളും ഒക്കെ ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കരുത്. യാതൊരു കാരണവശാൽ ഇസ്ലാമിൽ അകന്നു പോകണം. മനുഷ്യന്റെ ശത്രുവായ ഷെയ്ത്താൻ എന്താ പറഞ്ഞതെന്നറിയോ? ഈ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ആദമിനെയും ഹവ്വനെയും വഴിപഴപ്പിച്ചതിന് ശേഷം അവിടുന്ന് ഇറക്കി വിടുമ്പോൾ അള്ളാഹു ശപിച്ചിട്ട് ഇറക്കി വിട്ടപ്പോ പറഞ്ഞെന്താണ് അള്ളാഹു പറഞ്ഞത്? നിന്റെ ആദം സന്തതികളെ ഞാൻ വഴിപഴപ്പിക്കും. നിന്നിലേക്ക് അടുക്കാൻ ആര് ശ്രമിക്കുന്നുണ്ടോ, ഈ ആദം സന്തതികളിൽ നിന്ന്, ആദം സന്തതികളിൽ നിന്ന് നിന്നിലേക്ക് അടുക്കാൻ ആര് ഉദ്ദേശിക്കുന്നുണ്ടോ, ആര് ശ്രമിക്കുന്നുണ്ടോ, അതിന്റെ ഇടയിൽ ഞാൻ കയറി നിൽക്കും. എന്നിട്ട് അവനെ നിന്നിലേക്ക് അടുക്കാതെ, എങ്ങനെയുണ്ട് നിന്നിലേക്ക് അടുക്കാതെ അതിനെ അകറ്റി നിർത്താൻ, അത് ഞാൻ പരിശ്രമിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ അകറ്റി നിർത്തും. അപ്പൊ അള്ളാഹു പറഞ്ഞിട്ട് നീ ശ്രമിച്ചോ. ഷെയ്ത്താനും മനുഷ്യന്റെ ശത്രുവായ ഷെയ്ത്താനും മനുഷ്യനെ വഴിപഴിച്ച് ഷെയ്ത്താനും അനുവാദം കൊടുത്തിട്ടുണ്ട് അള്ളാഹു. നീ ലോകാവസാനം വരെ, ഭൂമിനെ ഞാൻ അവസാനിപ്പിക്കുന്ന വരെ, ഒരു നിശ്ചിത സമയത്ത് അവസാനിപ്പിക്കുന്നു പറഞ്ഞു. ആ സമയത്ത് വരെ നീ ശ്രമിച്ചോ. നിനക്ക് ആരെ വഴിപഴിപ്പിക്കാൻ പറ്റും? ആദം സന്തതികളെ നീ വഴിപഴിപ്പിച്ചോ. പക്ഷെ എന്റെ ചില അടിമകളുണ്ട്, മനുഷ്യരിൽ തന്നെ, ആദം സന്തതികളിൽ തന്നെ എന്നിൽ അടിയുറച്ച വിശ്വാസം അർപ്പിച്ച അടിമകളുണ്ട്. അവരെ നിനക്ക് വഴിപഴിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ത്താനും പറഞ്ഞു ശരിയാണ്, അവരെ എനിക്ക് വഴിപഴിപ്പിക്കാൻ പറ്റില്ല. ഷെയ്ത്താനും സമ്മതിച്ച കാര്യം ശരിയാണ്. നമ്മള് സൃഷ്ടാവിന്റെ അടിമ എന്ന് പറയാൻ നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ ലജ്ജിക്കേണ്ട കാര്യം. കാരണം മനുഷ്യനെ ശുദ്ധ ശൂന്യതയിൽ നിന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് അതല്ല, അത് നമ്മൾ മനുഷ്യന്റെ അടിമയാകുന്നത് അല്ല, മനുഷ്യന്റെ അടിമയാകുന്നത് മാനവികതക്കെതിരാണ്. മനുഷ്യന്റെ സൃഷ്ടാവിന് അടിമയാകുന്നത് മാനവികതക്കെതിരല്ല. അവിടെ രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങളിപ്പം പലരും ഇവിടെ ഭൂമിയിലുള്ള മനുഷ്യരെ തന്നെയാണ് പലരും ദൈവങ്ങളായി സങ്കല്പിച്ചത്. അതുകൊണ്ടാണ് ഈ അടിമ സങ്കല്പം. അവരിപ്പോ യേശുവിന്റെ അടിമയാണ് ഞങ്ങളെന്ന് പറയാൻ ക്രിസ്ത്യാനികൾ പറയില്ല എന്ന് പറയുന്നത്. യേശുവിന് ഒരു മനുഷ്യൻ തന്നെ, മനുഷ്യനെ നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ദൈവമായിട്ട് സങ്കല്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ അടിമയായിട്ട് നമ്മൾ പറയാൻ പാടില്ല. യേശുവിന്റെ അടിമയല്ല നമ്മള്. അതേപോലെ മുഹമ്മദ് നബിന്റെ അടിമ, മുഹമ്മദ് നബിന്റെ അടിമയല്ല, യേശുവിന്റെ അടിമല്ല, അബ്രഹാമിന്റെ അടിമല്ല, മുഹമ്മദ് നബിന്റെ അടിമല്ല. അവിടെയാണ് പ്രശ്നം. നമ്മളിപ്പോ മുസ്ലിം മുഹമ്മദ് നബിന്റെ, ഞാൻ യേശുവിന്റെ അടിമല്ല പക്ഷെ മുഹമ്മദ് നബിന്റെ അടിമയാണെന്ന് പറയുന്നു. പക്ഷെ മുഹമ്മദ് നബിന്റെ അടിമല്ല.
മുഹമ്മദ് നബി യേശുവിനെ പോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. എല്ലാവരും അള്ളാഹുവിന്റെ ഞാനും നിങ്ങളും യേശുവും യഹിയയും യഷിയ, നിങ്ങൾ യഷിയ എന്ന് പറയും, യഹിയ എന്നാണ് പേര്. യഹിയയും സക്കരിയയും ജീസസ് ക്രൈസ്തും മുഹമ്മദ് നബിയും മോസസും ഇസ്രായേൽ എന്ന് വിളിക്കുന്ന യാക്കൂബിന്റെ ഉപ്പയായിട്ടുള്ള പിതാവായിട്ടുള്ള ഇസഹാക്കും അബ്രഹാമും നോഹ എന്ന് വിളിക്കുന്ന നൂഹ് അലൈഹി ഇസ്ലാമും ആദമും ഒക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. മറുനാട് സാജൻ സാർ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ റിലീജിയൻസ് ഇസ്ലാമിനെതിരല്ല, അതേ സമയത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. കാരണം ഇസ്ലാം റിലീജിയൻസ് മാറ്റിവെക്കുക, പൊളിറ്റിക്കൽ മാറ്റിവെക്കുക അങ്ങനെയല്ല. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കേണ്ടത് അതിന് പൊളിറ്റിക്കലും മനുഷ്യന്റെ റിലീജിയൻ എല്ലാ വിശ്വാസവും മറ്റുള്ള എല്ലാം കൂടി ചേർന്നതാണ് ഇസ്ലാം. അതിൽ നിന്ന് പൊളിറ്റിക്കലിനെ മാറ്റി. പക്ഷേ ഇന്നുള്ള ഭൂമിയിൽ കാണുന്ന നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന ആ രാജ്യങ്ങളിലുള്ള ഭരണകർത്താക്കൾ ഇപ്പൊ UAE, ദുബായിൽ, അബുദാബിയിൽ, UAE, അതേപോലെ ഇറാനില്, മറ്റേ ലബനാനില്, സിറിയയില്, അങ്ങനെയുള്ള പല രാജ്യങ്ങളിലുമുള്ള, അതേപോലെ സൗദി അറേബ്യയിൽ പോലും, സൗദി അറേബ്യയിൽ പോലും, പരിശുദ്ധ മക്കയും മദീനയുള്ള സൗദി അറേബ്യയിൽ പോലുള്ള ഭരണാധികാരികൾ ശരിക്കും ഇസ്ലാമിക ഭരണമല്ല. ഇപ്പോ MBS എന്ന് പറഞ്ഞ യുവ അടുത്ത രാജാവാകുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആള്, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം അല്ല രാജാവാകാൻ പോകുന്നത്, ഇമാം മഹദിയാണ് അള്ളാഹുവിന്റെ പ്രതിനിധി ആയിക്കൊണ്ട്. പക്ഷെ ഇമാം ശരിക്കും അധികാരത്തിലേക്ക് വന്നപ്പോൾ സ്വന്തം പിതാവായിട്ടുള്ള രാജാവായിട്ടുള്ള സൽമാൻ രാജാവിനെ കൊട്ടാരത്തിൽ ഒരു മൂലക്കിരുത്തി ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അധികാരം വന്നപ്പോൾ ഇപ്പൊ രാജാവായിട്ട് അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിട്ട് അദ്ദേഹത്തിന്റെ സൈഡിൽ ഇരുത്തിയിട്ട് ഇദ്ദേഹം ഭരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന് സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന് ഈ സമീപകാലത്തായിട്ട് ഒരു 10 വർഷത്തിന്റെ അങ്ങോട്ട്, അല്ലെങ്കിൽ 15 വർഷത്തിന്റെ ഇങ്ങോട്ടേക്ക് സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന പല നിയമങ്ങളും, അനവധി നിയമങ്ങൾ അത് ഇസ്ലാമിനെതിരാണ്. സ്ത്രീകൾക്ക് അനാവശ്യ സ്വാതന്ത്ര്യം നൽകി, അതേപോലെ മദ്യശാലകൾ തിരികെ സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന്, അതേപോലെ സ്വാതന്ത്ര്യം വേണമെന്നാണോ പറയുന്നത്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, പക്ഷെ അനാവശ്യ സ്വാതന്ത്ര്യം ഏത് പാതിര നേരത്തും സ്ത്രീക്ക് മറ്റേ അന്യപുരുഷന്റെ കൂടെ സ്ത്രീ പുരുഷ സമത്വമാണ് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന വിഭാവന ചെയ്യുന്നത്. അത് ഇസ്ലാമിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടന ഇസ്ലാമിന് ഞാൻ പറഞ്ഞില്ല, ഇത് ദൈവിക നിയമങ്ങളാ. ദൈവം മനുഷ്യന് ദോഷകരമല്ലാത്ത മനുഷ്യന്റെ യഥാർത്ഥ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ നമ്മൾ ദൈവം എന്ന് പറയുന്നത്, അള്ളാഹുവിനെ മാത്രമേ ദൈവം എന്ന് പറയാവുള്ളൂ എന്ന് പറയുന്നതിന് കാരണം എന്താ വെച്ചാല്, ഈ സൃഷ്ടാവ് ഉണ്ടല്ലോ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ ആരാണോ അവനെ മാത്രമേ ദൈവമായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ, ദൈവമായിട്ട് മനുഷ്യൻ സ്വീകരിക്കാൻ പാടുള്ളൂ. അത് മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. യേശു പറയുന്നില്ല ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. പരമശിവൻ പറയുന്നില്ല ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. മഹാവിഷ്ണു പറയുന്നില്ല ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. അതേപോലെ ശ്രീബുദ്ധൻ പറയുന്നില്ല ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ശ്രീരാമൻ പറയുന്നില്ല ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. അതേപോലെ മറ്റേ ശ്രീകൃഷ്ണൻ പറയുന്നില്ല. അതേപോലെ മറ്റേ യേശു ക്രിസ്തു പറയുന്നില്ല ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മുഹമ്മദ് നബി പറയുന്നില്ല. ഇവരാരും പറയുന്നില്ല. അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ. മനുഷ്യനെ സൃഷ്ടിച്ചത് പറയുന്നത് അള്ളാഹു മാത്രമാണ്. മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ നിന്റെ സൃഷ്ടാവ് ഞാനാണ്, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, നിന്റെ ആരംഭം എന്നിൽ നിന്നാണ്, നിന്റെ മടക്ക് എന്നിലേക്കാണ്, നിന്നെ ഈ ഭൂമിയിൽ താമസിപ്പിച്ചത് ഞാനാണ്, നീ എനിക്ക് കീഴ്പ്പെട്ടവനായി ജീവിച്ചാൽ, ഈ ഭൂമിയിൽ ജീവിച്ചാൽ നിനക്ക് സ്വർഗം നൽകേണ്ടവൻ ഞാനാണ്, നീ എനിക്ക് വഴിപ്പെട്ടവനല്ലാതെ ജീവിക്കുകയാണെങ്കിൽ നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഞാനാണ്, നിന്നെ ശിക്ഷിക്കുന്നത് ഞാനാണ്, നിന്നെ രക്ഷിക്കുന്നത് ഞാനാണ്. അങ്ങനെ എല്ലാത്തിനും കഴിവുള്ളവനായിട്ടുള്ള മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു പറയും, ആകാശത്ത് നിന്ന് മനുഷ്യന് മഴ ഇറക്കി തരുന്നത് അള്ളാഹുവാണ് പറയുന്നത്. ഇതൊക്കെ ഈ അവകാശവാദങ്ങളൊന്നും മനുഷ്യൻ അടിച്ചേൽപ്പിക്കുന്ന മറ്റുള്ള സങ്കല്പിക്കുന്ന ദൈവങ്ങൾ ആരും തന്നെ പറഞ്ഞില്ല. മഴ ഇറക്കി തരുന്നത് ഞങ്ങളാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് ഞങ്ങളാണോ, ഇതൊക്കെ പറഞ്ഞ ഏകനായ ദൈവം മനുഷ്യന്റെ സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് പറഞ്ഞത്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. അള്ളാഹുവിനെ മാത്രമേ ദൈവം എന്ന് പറയാൻ പാടുള്ളൂ, സൃഷ്ടാവിനെ മാത്രമേ ദൈവം എന്ന് പറയാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കോഴിക്കോട് കൊടിയത്തൂരിൽ നിന്ന് വന്ന ഉസ്താദ് ഉമർ അൽ ഫറൂഖ്, അദ്ദേഹം ഏറെ നേരം മറുനാടനുമായിട്ട് സമയം ചിലവഴിച്ചു. ഏതായാലും മറുനാടനെ തേടി ഇവിടെ എത്തി അദ്ദേഹത്തിന് ഇസ്ലാം മതത്തെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന പ്രവാചകനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഏതായാലും ഇത്രയും സമയം നമുക്കൊപ്പം അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.